Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ലാലേട്ടനും നിവിൻ ചേട്ടനും രണ്ടുപേരും ഒരുമിച്ച് പറയാം. എത്രത്തോളം ഫ്രീ ആയിട്ടും എത്രത്തോളം ഈസി ആയിട്ടും ഇതിനെ കാണാമോ അത്രത്തോളം നല്ല ഔട്ട് ഇതിന് കിട്ടും. ലൈഫിനും ഈ കരിയറിൻ്റെ മറ്റ് സ്ട്രെസ്സിനെയൊക്കെ ഫ്രീ ആയിട്ട് കാണുക എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഇവർ രണ്ടുപേരാണ്. ഞാൻ ഇന്നലെ എന്നെ അജു ചേട്ടൻ വിളിച്ചിരുന്നു, അജു വർഗീസ്. അജു ചേട്ടൻ ബദലേം കണ്ടിട്ട് വിളിച്ചാണ്. എനിക്ക് ഭയങ്കര ഒരു അതായത് ഭയങ്കര ക്ലൗഡഡ് ആയിട്ടിരിക്കുന്ന എനിക്ക് ഭയങ്കര ഒരു ഡോർ ഓപ്പണിംഗ് ആയിരുന്നു അജു ചേട്ടൻ്റെ. ഭയങ്കര സന്തോഷത്തോടെ വിളിച്ചത്. ഭയങ്കര മിസ്റ്ററി ആണല്ലോ. മിസ്റ്റർ അല്ല അല്ല, അത് മനസ്സിലാവും പലതും. ഒന്നുമില്ല, അത് വിടാം. തൂവാനത്തുമ്പികളെ പറ്റി അച്ഛൻ വർക്ക് ചെയ്ത സിനിമകളാണ് തൂവാനത്തുമ്പികള്, രാജാവിന്റെ മകൻ, നമ്പർ 20 മദ്രാസ് മെയില്. എല്ലാം ഭയങ്കര നമ്മൾ ആ സമയത്ത് ഭയങ്കര ലെജൻഡറി ആയിട്ട് കാണുന്ന സിനിമകളിലാണ് അച്ഛൻ പാർട്ടായിട്ടുള്ളത്. ഈ സത്യം പറ അതാ ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് ഈ 2 വരാന്ന് പറഞ്ഞത് പോസിറ്റീവാന്ന് പോലും അറിയില്ലായിരുന്നു. ഞാൻ ഇത് കണ്ടിട്ട് എടി നീ എന്തൊരു ടെൻഷൻ അടിക്കണം, 2 വരെയല്ലേ പേടിക്കാതൊന്നുമില്ലല്ലോ. അപ്പൊ അവള് അല്ലടാ 2 വരാന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. സീൻ പോലും പറഞ്ഞു തരാണ്ടാണ് സൂപ്പർ ശരണ്യയിലേക്ക് വിളിച്ചിട്ട് ഇവിടെ വന്നിങ്ങനെ അഭിനയിക്കാനിരിക്കുമ്പോഴാണ് ഇതാണ് സീൻ എന്ന് പറയുന്നത്. അത്രയും ട്രസ്റ്റോടുകൂടി നമ്മളെ ക്യാരക്ടർ തന്നിട്ടുള്ള ആള് വിളിച്ചിട്ട് എന്നോട് ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. നമുക്ക് വിഷമം വരുന്നു. നമ്മുടെ ട്രാവലിൽ ജസ്റ്റ് ഷോൾഡർ തരേണ്ട അടുത്ത് ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വേറെ രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമല്ലാന്ന് തോന്നുമ്പോൾ നമുക്ക് ഭയങ്കര ഹേർട്ടിങ് ആണ്. ഹലോ ആൻഡ് വെൽക്കം എവ്രിബഡി ടു അവർ ഷോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സംഗീത് പ്രതാപ്. നമുക്ക് എല്ലാവർക്കും പ്രേമലുവിലെ അമൽ ഡേവിസിനെ അറിയാമല്ലോ. സോ സംഗീത്, വെൽക്കം ടു അവർ ഷോ. ഇപ്പൊ സൂപ്പർ ഹിറ്റ് പടമാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് തിയേറ്ററിൽ, ബെത്ലഹേം കുടുംബ യൂണിറ്റ്. പേരുകളുടെ കാര്യത്തിൽ മഹാമോശമാണ് കേട്ടോ സംഗീത്. ബെത്ലഹേമിലെ ശരിക്കും പറഞ്ഞാൽ നിവിൻ്റെ അനിയനായിട്ടുള്ള ക്യാരക്ടർ, അതായത് ജോയൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ക്യാരക്ടർ. ആൻഡ് വീൽ ടോക്ക് അബൌട്ട് ഇറ്റ് അറ്റ് ലെങ്ത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ പ്രേമലുവെ എന്താ പറയാ തോപ്പിക്കുന്ന ലക്ഷണമാണെന്ന് തോന്നുന്നുണ്ടോ? 100 crore. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ 3 days തന്നെ എന്തോ 60 ഒക്കെ അടുത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു കളക്ഷൻ. അപ്പോൾ ഒരു എന്തായാലും ഒരു വലിയൊരു ഹിറ്റ്, ഇൻഡസ്ട്രി ഹിറ്റിനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഒരുപാട് അമ്മമാരും ചേട്ടന്മാരും എല്ലാരും ഇറങ്ങിയിട്ടുണ്ട്. നമ്മള് ലാലേട്ടൻ പടങ്ങളിൽ പറയണ പോലെ വീട്ടിൽ നിന്ന് എല്ലാരും കൂടി ഒരുമിച്ച് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്നലെ ഞങ്ങളുടെ തൊട്ടടുത്ത് കെ സിനിമാ സ്റ്റോർ അടുത്ത് തിയേറ്റർ ഉണ്ട്. അപ്പൊ ഞാൻ ടിക്കറ്റ് കിട്ടുന്നില്ല, ഞാൻ ക്രൂ ഷോ കണ്ടതാ. അപ്പൊ അതിനുശേഷം എല്ലാരും പറയുന്നു, പത്മയിലൊക്കെ കണ്ട നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു എല്ലാത്തിനും കയ്യടിയാണ്. ഇന്റർവെല്ലൊക്കെ കുറച്ചും കൂടി ഒരു വേറൊരു മൂഡിലുള്ള സാധനമുള്ളൂ, ഹൈ കോമഡി എനർജി പോലും അല്ല. എന്നിട്ട് ഇന്റർവെല്ലിൽ പോലും എല്ലാവരും കയ്യടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കാണാൻ ഭയങ്കര ആഗ്രഹം. ഇങ്ങനെ ഞാൻ ഷോ ഫുള്ളായിട്ടും ഞാൻ അവരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് കയറി ഞാൻ കുറച്ച് നേരം അവിടെ സ്റ്റെപ്പിൽ നിന്നിട്ട് കണ്ടു പടം. അപ്പം ആൾക്കാരിങ്ങനെ എല്ലാത്തിനും നമ്മൾ ചുമ്മാ നോക്കുന്നതിന്, ചുമ്മാ റിയാക്ട് ചെയ്യുന്നതിന്, ചെറിയ കൗണ്ടർ പോലും അല്ലാണ്ട് നമ്മൾ പറയുന്ന സാധനങ്ങൾക്കൊക്കെ നല്ല ചിരി. ഇൻഫാക്ട് അതിന്റെ മേക്കിംഗ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് ബേസിക് ഐഡിയ ഉള്ളൂ സംഗീത്, പക്ഷെ ഒന്ന് പേസ് ഓഫ് ദ മൂവി, അതായത് നമുക്ക് ഒരു സെക്കൻഡ് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിയാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ് അത്. ഡയലോഗ്സ് ആണെങ്കിലും ക്യാമറ വർക്ക് ആണെങ്കിലും എഡിറ്റിന്റെ പേസ് ആണെങ്കിലും, ദ പേസ് ഓഫ് ദ മൂവി കൈൻഡ് ഓഫ് കീപ്സ് യു ഗ്രിപ്ഡ്. ആൻഡ് ഈ റീലിന്റെ സമയത്ത് ഒരു പക്ഷെ മൂവീസിനും ആ പേസ് വേണമായിരിക്കും അല്ലേ? വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? ഉറപ്പായിട്ടും ആൾക്കാർ ഇപ്പോൾ കുറച്ചൊന്ന് ലാഗ് അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോൺ തിയേറ്ററിൻ്റെ അകത്ത് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് ഭയങ്കര വിസിബിളാ. ഒരു ചില പടങ്ങൾക്കൊക്കെ പോകുമ്പോൾ ലൈറ്റ്സ് കാണാൻ പറ്റുള്ളൂ ഇവിടെയൊക്കെ. അപ്പോൾ പടം എൻഗേജിങ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഭയങ്കര തിയേറ്റർ സ്വഭാവത്തിൽ തന്നെ ആയിരിക്കും, ആ ഇരുട്ടിൽ തന്നെ ആയിരിക്കും പടം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല, ആ പേസ് ഉണ്ടാവുക, തിയേറ്ററിലെ കാണുന്ന പടത്തിനോട് കണക്റ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും അടിപൊളി. അതിൻ്റെ പേസിങ് അനുസരിച്ചിട്ടാണ് സിനിമ പോകുന്നത് ഈ പടം. സംഗീതത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കരിയർ ട്രജക്ടറിയാണ്. പഠിച്ചത് ആനിമേഷനാണ്, BSc ആനിമേഷൻ. പിന്നെ തുടങ്ങിയത് സ്പോട്ട് എഡിറ്റർ ആയിട്ട് കുറേ 4-5 സിനിമകൾ എഡിറ്ററായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയതാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ സിനിമ അഭിനയം തുടങ്ങുന്നത്. എനിക്ക് ആ ഒരു ട്രാൻസിഷൻ്റെ കാര്യം ഒന്ന് പറയും, അത് എങ്ങനെയാണ് സംഭവിച്ചത്? എവിടെ നിന്നാണ് എഡിറ്റിങ്ങിൽ നിന്ന് പെട്ടെന്ന് സിനിമയിൽ ഒരു ആക്ടിങ്ങിലേക്ക് പോയത്? ആക്ടിങ് ഒരു രീതിയിലും പ്ലാൻഡ് അല്ലായിരുന്നു. അതായത് ഞാനൊരു
5 പടമൊക്കെ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ഹൃദയം തുടങ്ങിയാണ് അഭിനയിച്ചു തുടങ്ങുന്നത്. ഹൃദയത്തിലാണെങ്കിലും സൂപ്പർ ശരണ്യയിലാണെങ്കിലും പത്രോസിൻ്റെ ഉടപ്പുകളിലാണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടത്തിൽ ഞാൻ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ലിറ്റിൽ മിസ് റാവുത്തറിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 പടങ്ങളിലൊക്കെ അഭിനയിക്കുമ്പോൾ ഇതിനോട് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ ജെന്യുവിനായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒഴിച്ചാൽ ഇതൊരിക്കലും നമ്മുടെ കൂടെ ലൈഫ് ലോങ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്ന ഒരു പരിപാടിയായിട്ട് കരുതിയിട്ടില്ല. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരാളോട് എനിക്ക് ഇങ്ങനൊരു ചാൻസ് തരുമെന്നോ ഞാൻ വിളിക്കുമ്പോൾ തന്നെ അവരോട് ചോദിക്കും, ഇത് നിങ്ങൾക്ക് ഉറപ്പാണോ, ഇത് വേണോ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ആ 4 പടങ്ങളിൽ നിന്ന് അത്യാവശ്യം റെസ്പോൺസ് തിയേറ്ററിൽ പരിപാടികൾക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. എന്നിട്ടും ഞാൻ ഇതിന് വേണ്ടിയിട്ട് എന്തോ വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പുറത്ത് പാഷൻ, എഡിറ്റും ഒരു സിനിമ, ഫിലിം മേക്കിംഗ്, ഒരു സിനിമ സ്വന്തമായിട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളതായിരുന്നു. അതിനു വേണ്ടി ചെയ്ത് എന്നാൽ ഇപ്പം എഡിറ്റ് ചെയ്യുന്ന പടങ്ങളാണെങ്കിലും കൂടുതലും ബോക്സ് ഓഫീസിൽ വർക്ക് ആവുന്നില്ല. ഫെയിലിയേഴ്സ് ആണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. കുറെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു എന്ത് ചെയ്യണം. എന്നിട്ട് ഞാൻ പയ്യെ എഡിറ്റിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ തന്നെ ഒരു സിനിമ ഇപ്പൊ ഞാനും അമിതയും കൂടി ഒരു പടം ചെയ്യുന്നുണ്ട്. അതിന്റെ ഡയറക്ടർ ഉണ്ട് ഡിനോയ് ചേട്ടൻ എഴുതി ഞാൻ ഡയറക്ട് ചെയ്യുന്ന ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റുമായിട്ട് ഞങ്ങൾ പ്രൊഡ്യൂസറിന്റെ അടുത്ത് നടക്കാൻ തുടങ്ങി. അപ്പൊ എനിക്കും ഒരു അപ്ഗ്രേഡേഷൻ ആഗ്രഹം വന്നു, എഡിറ്റിൽ നിന്നൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് ലെവലിലേക്ക് പോകണം. പിന്നെ എഡിറ്റ് ചെയ്യുന്ന പടങ്ങൾ വർക്ക് ആവുന്നില്ല, എന്തോ പ്രശ്നം. ഇപ്പൊ ലിറ്റിൽ മിസ് റാവുത്തറൊക്കെ ഇറങ്ങി. അപ്പൊ അത് ഭയങ്കര ആയിരുന്നു, എഡിറ്റിൽ അപ്രീഷിയേറ്റഡ് ആയി. എന്നിട്ടും ഇങ്ങെത്തുന്നില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. ഇത് എന്തോ പ്രശ്നം കിടപ്പുണ്ട്, നമ്മളുടെ ജഡ്ജ്മെന്റിൽ ഉൾപ്പെടെ എന്തോ പ്രശ്നം കിടപ്പുണ്ട് എന്നുള്ള തോന്നല്ലേ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ അഭിനയം എന്ന് പറയുന്ന സാധനം എത്തുന്നത്. അഭിനയം എന്ന് പറയാൻ ഓൾറെഡി ഉണ്ട്, പക്ഷെ ഇപ്പൊ ആദ്യം ചെയ്ത ഹൃദയമായിരുന്നു. റാഗിയാണ് സീനിയർ ഡയറക്ടർ. അത് അധികം ഉണ്ടായിരുന്നില്ലല്ലോ, അത് കുറച്ചു നേരം ഉള്ളൂ പടത്തില്, ഒരു കുറച്ചു നേരം മാത്രം വന്നു പോകുന്ന. ഇപ്പോഴൊക്കെ ഇങ്ങനെ പോയി പ്രേമലു എത്തിയപ്പോഴാണ്, പ്രേമലുവിൻ്റെ ഗിരീഷേട്ടൻ വിളിച്ച് ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് ആദ്യമായിട്ട് ഞാൻ ചെയ്യണ ഓഡീഷനാണ്. ഗിരീഷേട്ടൻ തന്നെ എനിക്ക് സീൻ പോലും പറഞ്ഞു തരാണ്ടാണ് സൂപ്പർ ശരണ്യയിലേക്ക് വിളിച്ചിട്ട് ഇവിടെ വന്നിങ്ങനെ അഭിനയിക്കാനിരിക്കുമ്പോഴാണ് ഇതാണ് സീൻ എന്ന് പറയുന്നത്. അത്രയും ട്രസ്റ്റോടുകൂടി നമ്മളെ ക്യാരക്ടർ തന്നിട്ടുള്ള ആള് വിളിച്ചിട്ട് എന്നോട് ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. മനസ്സിൽ തോന്നിയില്ല ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ആയിരിക്കും അല്ലെങ്കിൽ മെയിൻ ആയിരിക്കും? ഒരിക്കലും തോന്നിയില്ല. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സേ ഉണ്ടായിരുന്നില്ല. പോയി ചെയ്യാം. ഞാൻ വിചാരിച്ചിരുന്നത് ഗിരീഷേട്ടനിൽ എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു വിചാരിച്ചേ. ഓഡീഷൻ പോയി ചെയ്തൊരു 2-3 സീൻ ചെയ്ത്. അപ്പോഴും ഞാനോർത്തൊരു നമ്മൾ തണ്ണീർമത്തലിലൊക്കെ ഗിരീഷേട്ടൻ്റെ കൂടെ ഫുൾ ഉണ്ടായതാണ്. അതിലൊക്കെ ഉള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അതുപോലത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഒരു ദിവസം എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടി, ഞാൻ സെലക്റ്റഡ് ആയി എന്ന് അറിഞ്ഞു. കാർ ഓടിക്കാൻ പഠിക്കണമെന്ന് പറയുന്നതാണ് ആദ്യം അറിയുന്നത് ഇത് സെലക്റ്റഡ് ആയിന്ന്. അതറിയത്തുമില്ല, എനിക്കറിയില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഓക്കെ സെലക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മച്ച് നീഡഡ് ആയിരുന്നു ആ സമയത്ത്. എല്ലാം വർക്ക് ആവാണ്ടിരിക്കുകയാണ്, ചെയ്യുന്നതെല്ലാം പാളിപ്പോകുന്നു എന്ന് പറയുന്ന അവസ്ഥയിലിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇത്. ഇപ്പം ഗിരീഷേട്ടൻ്റെ പടം എന്ന് പറയുമ്പോഴേ ഓൾറെഡി ഒരു മിനിമം ഗ്യാരണ്ടിയും സന്തോഷവും ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നത്. വായിക്കുമ്പോൾ പടത്തിൻ്റെ പില്ലറായിട്ടുള്ള ഒരു ക്യാരക്ടർ ഇത്രയും ത്രൂ ഔട്ട് ടെൻഷൻ ഉണ്ടായിരുന്ന സമയത്ത് സത്യം പറഞ്ഞ. പക്ഷേ ഞാൻ പറയട്ടെ, ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഐ ഹവ് നോട്ട് ലൈക്ക് നോട്ടിസ്ഡ് യു ഒരു സിനിമയിൽ ഇതിനു മുമ്പ്. ഞാൻ പ്രേമലു കാണാനിരിക്കുമ്പോൾ എവിടെയെന്ന് വന്നു ഇയാള്, ഇങ്ങനെ മുമ്പ് ഞാൻ കണ്ട ഓർമ്മയില്ലല്ലോ. പെട്ടെന്നൊരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ചെയ്യാണ്. ആൻഡ് എല്ലാവർക്കും അതൊരു സർപ്രൈസായി. എല്ലാവരും ടുക്ക് നോട്ടീസ് ഓഫ് ദാറ്റ് ക്യാരക്ടർ. ബിക്കോസ് അഗൈൻ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നല്ലോ, ഈ കൂടെയുള്ള ക്യാരക്ടേഴ്സ്, ഹീറോയിൻ്റെ കൂടെയുള്ള ക്യാരക്ടേഴ്സിന് ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇത്തിലൂടെ കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ എന്തൊക്കെയോ എലിമെൻറ്റ്സ് എക്സ്ട്രാ കൊടുക്കുന്ന ഒരു സംവിധായകനും കൂടിയാണ് ഗിരീഷ്. നമ്മൾ സാധാരണ കാണുന്ന സിനിമകളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ദ ഫ്രണ്ട് ക്യാരക്ടർ ഇസ് ഓൾസോ ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ പ്രേമലുവിൽ ത്രൂ ഔട്ട് കാണുക, ആൻഡ് ആൻ അൺനോൺ ഫേസ്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് വർക്ക് ഫോർ യു ദ മോസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് ഗിരീഷേട്ടൻ്റെ ഒരു മാജിക് കേട്ടോ. കാരണം നമ്മളെപ്പോഴും സിനിമകളിലേക്ക് എത്തുമ്പോൾ മെയിൻ സ്ട്രീം പടങ്ങളിൽ നമ്മൾക്ക് പകുതി ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം നമ്മൾ ഓൾറെഡി ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളോ ആക്ടേഴ്സോ ആയിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടറിനോടുള്ള പകുതി 80 കഴിഞ്ഞു എന്ന് പറയും. അവിടെ കാസ്റ്റിംഗ് പെർഫെക്റ്റായി നമുക്ക് ഇഷ്ടമുള്ള ഒരാളവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു 50% പണി കഴിഞ്ഞു, ബാക്കി പകുതി നമ്മൾ വർക്ക് ചെയ്താൽ മതി എന്ന് പറയാറുണ്ട്. ഗിരീഷേട്ടൻ പക്ഷേ എല്ലാ സമയത്തും തണ്ണീർമത്തൻ തുടങ്ങി ഇങ്ങോട്ടേക്ക് വളരെ ജെന്യുവിനായിട്ടുള്ള
ക്യാരക്ടേഴ്സുള്ള ആക്ടേഴ്സിനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ട് അതിനെ എഴുത്തിലും മേക്കിങ്ങിലും ഒക്കെ ആ ക്യാരക്ടറിനോട് എമ്പതിയും റൂട്ടും കൊടുത്തിട്ടാണ് ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാക്കി എടുക്കുക. അതെനിക്ക് സംശയം തോന്നുന്നു. അപ്പോൾ പ്രേമലുവിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ ഗിരീഷ് ഓൾറെഡി ആ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നോ, ഓർ ഇപ്പൊ സംഗീതിനെ കണ്ട് സംഗീത ഹീറോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണോ ആ ക്യാരക്ടറിനെ ഇത്തിലൂടെ ട്വീക്ക് ചെയ്യോ? ഒന്നുമില്ല. ഗിരീഷന്റെ സ്ക്രിപ്റ്റ് ഭയങ്കര ബൗണ്ടഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അതായത് ആ ക്യാരക്ടർ ഉണ്ട്, ക്യാരക്ടറിന്റെ ട്രെയ്റ്റ്സ് ഉണ്ട്, ആ സ്റ്റൈൽ എല്ലാം ഉണ്ട്. അപ്പോൾ അത് പ്ലാൻ ചെയ്തിട്ട് ഈ ക്യാരക്ടറിന് സംഗീത് ചേരുമായിരിക്കും എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. അതിനും ഒരുപാട് ഓഡീഷൻസിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതല്ല. നമ്മളെ മാത്രം വിളിച്ച് നമ്മളെ മാത്രം ഓഡീഷൻ ചെയ്ത് സീൻ ചെയ്ത് നോക്കിയിട്ട് യെസ് ഇറ്റ്സ് വർക്കിംഗ് എന്ന് പറഞ്ഞ് അങ്ങനെ മുമ്പോട്ട് പോകുന്ന രീതിയാണ് ഞാൻ ഗിരീഷ് ഏട്ടനിൽ കൂടുതലും കാണാറുള്ളത്. വിനീത് പണ്ട് ഷോയിൽ വന്നപ്പോൾ, ആമിൽ വന്നപ്പോൾ വിനീത് പറഞ്ഞ് ഭയങ്കര രസമായിട്ടുള്ള ഒരു ലൈൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേ. വിനീത് പറഞ്ഞിരുന്നു, വിനീത് ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവർ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ മുഖം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പുള്ളിയുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സിനിമ ചെയ്യുമ്പോൾ അവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ വിളിക്കുക. അങ്ങനെയാണോ ഹൃദയം വന്നത്? അതെ, കാരണം അന്ന് ഈ പറഞ്ഞ പോലെ ഇപ്പം ഗിരീഷ് പ്രേമലുവിലൊക്കെ വരുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ള ശീലമുണ്ട്. പിന്നെ ഗിരീഷ് ഏട്ടൻ്റെ കൂടെ തന്നെ വശീകരണം ചെയ്ത് അല്ലെങ്കിൽ ശരണ്യയിൽ ഞാൻ ചെയ്തിട്ടൊക്കെ കണ്ടിട്ടുണ്ട് എന്നെ. അറ്റ്ലീസ്റ്റ് എന്നെ നന്നായിട്ട് അറിയാം. പക്ഷെ വിനീതേട്ടൻ വിളിക്കുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ആക്ടിങ് എന്ന് പറഞ്ഞൊരു പരിപാടി എൻ്റെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ വിനീതേട്ടൻ എനിക്ക് തോന്നുന്നു എൻ്റെ ബോഡി ടൈപ്പും ആ ക്യാരക്ടറിനോട് ചേർന്ന് ഇവരുടെ റിയൽ സീനിയറിൽ ആരോ ഒരാളായിരുന്നു. ഭയങ്കര ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ലീനൊക്കെ ആയിട്ടുള്ള, പക്ഷെ ആളുടെ എനർജി വൈസ് ആള് ഭയങ്കര ഹൈ ആയിട്ടുള്ള ആരോ ഒരാളായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ റെഫറൻസിലാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ പേരുൾപ്പെടെ എനിക്ക് തോന്നുന്നു ശരി റിയൽ നെയിം ആയിരുന്നു, ബൈജു ഇടിക്കുള എന്നായിരുന്നു ക്യാരക്ടറുടെ പേര്. അതുപോലും റിയൽ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ലെങ്കിൽ എന്തോ സിമിലർ ആയിട്ടുള്ള ഒരു പേരുമാണെന്ന് തോന്നുന്നു. വിനീതേട്ടൻ വിളിക്കുന്നത് കറക്റ്റ് അത് ആ ക്യാരക്ടറിന് ഇയാൾ ചേരും എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയായിരുന്നു. എൻ്റെ ഒരു പെർഫോമൻസോ ഒരു സംഭവമോ കണ്ടിട്ടല്ല. ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു അല്ലേ? അങ്ങനെ ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ടുള്ള 1-2 പേരുണ്ട് ഇൻ യുവർ ലൈഫ്. ഐ തിങ്ക് വൺ ഇസ് ഗിരീഷ് ഓഫ് കോഴ്സ്. ഗിരീഷ് ഏട്ടനാണ് ലൈഫ് ചേഞ്ചർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി ഞാൻ പറയില്ല, ബാക്കി നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു അതുവരെയുള്ള നടന്നത് എല്ലാ കാര്യങ്ങളും. അതിൽ അതിശയം എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനിപ്പോ എടുത്ത് നോക്കിയപ്പോൾ നല്ല രസമുള്ള ഷോർട്ട് ഫിലിം. ടെൽ മീ അബൌട്ട് ദിസ് ഷോർട്ട് ഫിലിം. ഹൗ ഡിഡ് ഇറ്റ് കം ടു ബി? കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഐ തിങ്ക് 2020 ആ ഷോർട്ട് ഫിലിം ചെയ്തത്. ടെൽ മീ അബൌട്ട് ദിസ് ഷോർട്ട് ഫിലിം. അതും ഒരു റൊമാൻസ് ആയിരുന്നു, റോംകോം ആയിരുന്നു അല്ലേ? ആയിരുന്നു. അത് ഇവരുടെയൊക്കെ ജഡ്ജ്മെന്റ് ഭയങ്കര രസമാവുന്നത് അപ്പോഴാണ്. അതായത് വിനീതേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ ഒരു പെർഫോമൻസസും മുമ്പ് കാണാതെയാണ് ആ ഷോർട്ട് ഫിലിമിലെ മെയിൻ ലീഡായിട്ട് തന്നെ അതും വിനീത് തന്നെയാണ്. വശീകരണം എന്ന പേര്. വിനീത് വാസുദേവ് എന്ന് പറഞ്ഞിട്ട് പൂവൻ സിനിമയുടെ ഒക്കെ ഡയറക്ടറാണ്. വിനീതേട്ടൻ അഭിനയിക്കുന്നത് എപ്പോഴും കുറെ സിനിമകളിലുണ്ട്. അപ്പൊ വിനീതേട്ടനും ഗിരീഷേട്ടനാണ് അത് എഴുതിയത്. അപ്പൊ ഗിരീഷേട്ടന് പണ്ട് ഡയറക്ട് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിരുന്ന. അപ്പൊ തണ്ണീർമത്തനൊക്കെ കഴിഞ്ഞത് കൊണ്ട് ഇവര് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താണ്. അപ്പൊ അഭിനയിക്കുമ്പോൾ ഞാനും ഗിരീഷേട്ടനുമാണ് ആ കോമ്പിനേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര രസമായിരുന്നു. അപ്പൊ ഇവരും എന്നെ ആദ്യമായിട്ട് ഞാൻ പെർഫോം ചെയ്യുന്നൊക്കെ കാണുന്നത് അവിടെ വെച്ചിട്ടാ. ഭയങ്കര അവര് പറയുന്നതനുസരിച്ച് ചെയ്തു പോവുക. ഞാൻ അങ്ങനത്തെ ഒരു പാറ്റേണിലായിരുന്നു ഒന്നും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ബെത്ലഹേമിലെ നമ്മൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്ക് 2 ക്യാരക്ടേഴ്സ്, അതായത് നിവിനും ജസ്റ്റിനും ജോയലും, ഈ 2 ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ജസ്റ്റിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആൽഫ, ഭയങ്കര സ്ട്രോങ് ആയിട്ട് ദേഷ്യം വരുന്ന അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. ആസ് ദി മൂവി പ്രോഗ്രസസ് വി സീ ഹിസ് സോഫ്റ്റ്നെസ്. ജോയൽ ആണെങ്കിൽ കോമഡിയും ചളി അടിച്ച് ഒരു യൂസ്ലെസ് എന്ന് കരുതപ്പെടുന്ന ഒരു ക്യാരക്ടർ. ആസ് വി സീ ഇൻ ദ മൂവി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ക്യാരക്ടർ ബിക്കംസ് വെരി ഡിസിസീവ്. ഇതിലൂടെ സ്ട്രോങ്ങർ ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായി മാറും. അതിപ്പോൾ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യമാണെങ്കിൽ എന്താണെങ്കിലും തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാനും ഉറച്ചു നിൽക്കാനും ആ കേപ്പബിലിറ്റി ഉള്ള ക്യാരക്ടർ. ഈ ആ ഒരു 2 പേരുടെ ഒരു ജേർണി ഉണ്ടല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഡിഡ് യു ഫീൽ ദാറ്റ് അബൌട്ട് ജോയൽ ആസ് വെൽ, അതോ ഇത് എൻ്റെ തെറ്റിദ്ധാരണയാണോ? അല്ലല്ല, ജോയലും എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം കഥ മൊത്തം കേട്ടു ഗിരീഷേട്ടൻ പറഞ്ഞിട്ട്. അപ്പോൾ ഗിരീഷേട്ടൻ പറയുമ്പോഴേക്കും നമ്മളും സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ജസ്റ്റിൻ്റെയും ആഷ്ലിയുടെയും കൂടെ തന്നെയാണ് സിനിമ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ ഗിരീഷേട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴേക്കും ഗിരീഷേട്ടൻ പറഞ്ഞു, എടാ ഇത് ഭയങ്കര കുറച്ച് ഡെപ്തുള്ള ക്യാരക്ടറാണ്,
ഞാൻ എന്തോ ഡൗട്ട് പറഞ്ഞു, ഇത് ഞാൻ ഗിരിഷേട്ട ഇത് അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞത്, എടാ ഇത് ഭയങ്കര ഡെപ്തുള്ള ക്യാരക്ടറാണ്, അതുകൊണ്ട് നീ തന്നെ ഇത് ചെയ്യണം എന്തായാലും, കുറച്ച് ഇമോഷണൽ സൈഡൊക്കെ ഉണ്ട് ഇതിന് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഥ കേട്ടതാ. അപ്പം എനിക്ക് അത്രയ്ക്കും കണക്റ്റ് ആയില്ല ഇതിൽ ഏതാണ്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടൊരു ഇമോഷണൽ ജേർണി ഉള്ള ഇവരുടെ രണ്ടുപേരുടെ ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്, കാറിൽ ഇരുന്നിട്ട് സംസാരിക്കും, അതായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. അതെ അതെ അതെ, അതായിരിക്കും വിചാരിച്ചത്. അപ്പൊ കഥ പറയുമ്പോഴും ഗിരീഷേട്ടൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞെങ്കിലും അത്ര കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞാൻ വായിച്ചായിരുന്നു. വായിച്ച മൊമെന്റിലാണ് ഈ ക്യാരക്ടറുടെ ഒരു ജേണി കിട്ടിയത്. കാരണം ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കാണ്ട് ജോലിക്ക് പോലും കറക്റ്റായിട്ട് പോകുന്നില്ലെന്നാ പറയുന്നത്. അവിടെ നിന്ന് വന്നിട്ടൊരു ട്രാൻസിഷൻ ഉണ്ട്, കറക്റ്റ് ഡിസിഷൻ മേക്കിങ്ങിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റിൻ ചേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോഴാണെങ്കിലും കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഇവർ തമ്മിൽ. ആ ഒറ്റ സീനിലാണ് ഇവരുടെ ചിലപ്പോൾ എനിക്ക് അത്രയും വർഷം എന്തായിരുന്നു ഇവരെങ്ങനത്തെ ചേട്ടനും അനിയനും ആണെന്ന് മനസ്സിലാവുന്നത്. ആ കാറിലുള്ള സീക്വൻസ് എല്ലാം അറിയാം, മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ അത് അതിൻ്റെ കൂടെ പോകും. ഗിരീഷേട്ടൻ്റെ എഴുത്തിൽ ആ ഒരു ഭംഗി ഭയങ്കര, അതായത് ക്യാരക്ടേഴ്സ് പ്രത്യേകിച്ച് ഗിരീഷേട്ടൻ എടുത്തു വെക്കുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അതിന് ഭയങ്കര ഡെപ്ത് ഉണ്ടാവും. ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്താ സംഗീതത്തിന് ഈ സിനിമയിൽ പേഴ്സണലി? എനിക്ക് ശ്യാമിൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എനിക്ക് ചെയ്യാൻ, ഞാൻ ചിലപ്പോൾ ചെയ്യാന്ന് ചോദിച്ചാൽ അതോ ഗ്ലിക്സലോ ഒക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ് റോഷൻ ചെയ്തത്. എനിക്ക് അവരുടെ രണ്ടുപേരുടെ തന്നെയാണ് ഭയങ്കര രസമായിട്ട് ഞാൻ തിയേറ്ററിൽ ഭയങ്കര എൻജോയ് ചെയ്തത് ഒരു രീതിയിൽ. അതല്ലാണ്ടാണെങ്കിൽ എനിക്ക് നിവിൻ ചേട്ടൻ, ജസ്റ്റിൻ ഭയങ്കര നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഇതിനകത്ത് കുറെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടായെന്ന് തോന്നി. ഒന്ന് സംഗീത, അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, കുറേ കാര്യങ്ങൾ പറയാം. സംഗീതത്തിൽ വരുന്നത് ഇൻ എ ഫേസ് വേർ ദാറ്റ് ഈ മാച്ചോയിസം അല്ലെങ്കിൽ ഒരു സ്ട്രോങ് മെയിൽ ക്യാരക്ടർ ഡസ് നോട്ട് ഹാവ് ടു ബിഹേവ് എ സർട്ടൺ വേ, അല്ലെങ്കിൽ ഡസ് നോട്ട് ഹാവ് ടു ക്യാരി ഹിംസെൽഫ് എ സർട്ടൺ വേ, ഇന്ന തരത്തിലുള്ള ഡയലോഗ് ഡെലിവറി ആയിരിക്കണം. ഇതൊന്നും ഇല്ലാത്ത ഒരു സ്പേസിലേക്കാണ് ലൈക്ക് ബേസിൽ, സംഗീത്, നിങ്ങളൊക്കെ വരുന്നത് ആ ഒരു സ്പേസിലേക്കാണ്, വിച്ച് ഇസ് വാട്ട് ഐ തിങ്ക് എ ലോട്ട് ഓഫ് വിമൻ ഡിസയർ നൗ ഇൻ മെൻ, ദാറ്റ് സോഫ്റ്റ്നെസ് ആൻഡ് ദിസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എംപത്തി. ഐ തിങ്ക് ഒരു സൊസൈറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളും ഈ ഒരു എന്താ പറയുക പോപ്പുലർ കൾച്ചറിലേക്കും ഈ ഒരു സിനിമ സ്പേസിലേക്കും വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് റിമാർക്കബിൾ. അങ്ങനത്തെ സ്റ്റോറീസ് എഴുതപ്പെടുന്നതും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുന്നതും. കാരണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു സങ്കല്പം ഓഫ് എ സ്ട്രോങ് ക്യാരക്ടർ, ഒരു മെയിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രൈമറി ക്യാരക്ടേഴ്സ് എപ്പോഴും മസിൽ മെനും അങ്ങനത്തെ സ്ട്രോങ് ആയിട്ടുള്ള ആൽഫ മെയിലായിരുന്നു, എക്സെപ്റ്റ് ഫോർ മോഹൻലാൽ, ലാലേട്ടൻ ഓഫ് കോഴ്സ്. പക്ഷെ എന്നാലും അതൊരു നല്ലൊരു ഷിഫ്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ സിനിമകളിൽ. ഉറപ്പായിട്ടും. കാരണം ഇപ്പോൾ ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള മനുഷ്യരെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര റിയൽ ആവാൻ പറ്റുന്ന, കാരണം നമ്മൾക്കും എന്തു പറഞ്ഞാൽ ഇത്തരം സങ്കല്പങ്ങളിലൂടെ അല്ലല്ലോ നമ്മളൊരു ഫ്രണ്ടിനെ തുടങ്ങി ഒരു പാർട്ട്ണറിനെ വരെ ഇപ്പോൾ ചൂസ് ചെയ്യുന്നത്. നമ്മളുടെ അടുത്ത് ഏറ്റവും ഓപ്പണായിട്ടും ജെനുവിനായിട്ടും നിൽക്കുക, ഏറ്റവും വൾണറബിൾ ആവുക എന്നുള്ള ആളുകളോടാണ് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അറ്റ്ലീസ്റ്റ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ്. കൂടുതൽ അങ്ങനത്തെ മനുഷ്യരുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ അങ്ങനത്തെ മനുഷ്യരെ കാണാനാണ് ഇഷ്ടം. അപ്പം അത് ഒരു മേജർ ഓഡിയൻസിനും അത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജെൻഡർ ഒന്നും നോക്കാതെ മനുഷ്യന്മാർ വൾണറബിൾ ആവുന്നതും ഭയങ്കര വീക്കാവുന്നതും ഒക്കെ കാണാനും അപ്പോൾ കൂടെ ഇരിക്കാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ക്യാരക്ടേഴ്സിനോട് ആ എമ്പതി പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ ബത്ലഹേമിലാണെങ്കിലും ജസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് ആ കണക്ഷൻ കിട്ടുന്നത് അതുകൊണ്ടാണ്. അയാൾ ഇത്രയും ഒക്കെയാണെന്ന് പറയുമ്പോൾ അയാളിരുന്ന് കരയുമ്പോൾ നമുക്ക് അയാളോടുള്ള കണക്ട് കുറച്ചും കൂടി കൂടുകയാണ്, നമ്മളെപ്പോലെ തന്നെ തോന്നുകയാണ്. അതിപ്പോൾ എനിക്കും ഭയങ്കര പെർഫോം ചെയ്യുമ്പോൾ എന്തൊക്കെ കോമഡി എന്നൊക്കെ പറഞ്ഞാലും എന്താ പറയുക, ഒരു ഓഡിയൻസ് സ്പേസിലോട്ടൊക്കെ മാറിയാലോ, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലോട്ടൊക്കെ മാറിയാൽ ഞാൻ ചിലപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇമോഷണൽ സൈഡ് എൻ്റെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം, മോർ ദാൻ കോമഡി ചെയ്യുന്നതിനേക്കാളൊക്കെ. അപ്പം അതിനി പഠിച്ചുകൊണ്ടിരിക്കണുള്ളൂ ഞാൻ ഇമോഷണൽ സൈഡ്. എന്നാലും എനിക്ക് മറ്റേ ഞാൻ കുറച്ചും കൂടെ ഓർഗാനിക്കലി ചെയ്യുന്നതാണ് കോമഡിയും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇമോഷണൽ സൈഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് സ്ക്രീനിൽ കരയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹൗ ഇമോഷണൽ ആർ യു അബൌട്ട് ആൻസി? അയ്യോ ഭയങ്കര കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഈസ് ഗോയിങ് ടു ബി എ ഡാഡ് സൂൺ. അപ്പോ ടെൽ മീ അബൌട്ട് ദിസ് ജേർണി വിത്ത് ആൻസി. ആൻസി എവിടെയാണ് ആദ്യമായിട്ട് കാണുന്നത്? മാളൂനെ, അതായത് എനിക്കൊരു ഭയങ്കര നീണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്നോ? സ്കൂളൊക്കെ കഴിയുമ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു നീണ്ട പ്രണയമായിരുന്നു. നീണ്ട പ്രണയം എന്ന് വെച്ചാൽ എത്ര വർഷം?
കുറച്ച് വലുതായിരുന്നു, ഒരു 9 വർഷം എടുത്ത്. അപ്പൊ ഏത് ക്ലാസ്സിലെ പ്രണയം തുടങ്ങിയത് കൂടി പറ. അത് പറഞ്ഞു കഴിഞ്ഞാലേ പലതും കണക്ട് ആയി പോകും. അപ്പൊ അതുകൊണ്ട് അത് ഇത്തിരി ഡൈല്യൂട്ട് ചെയ്ത് വിടുന്നത് നല്ലത്. അപ്പൊ ഭയങ്കര മിസ്റ്ററി ആണല്ലോ. മിസ്റ്റർ അല്ല, പ്രണയം എപ്പോ തുടങ്ങിയത് പറയാൻ വയ്യാന്ന്. അല്ല, അത് മനസ്സിലാവും പലതും. ഒന്നുമില്ല, അത് വിടാം. അപ്പൊ ഈ പ്രണയം പോയി, ആ പ്രണയത്തിന്റെ വർക്ക്ഔട്ട്സ് നടന്ന ഒരു പോയിന്റിലെത്തിയപ്പോഴേക്കും വേറൊരു സിറ്റുവേഷനിലോട്ട് അത് മാറി. അപ്പൊ അതിന്റെ കുഞ്ഞു വിഷമത്തിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന മൊമെന്റിലാണ് മാളുവിനെ പരിചയപ്പെട്ടത്. മാളു എന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയ. ആ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടല്ലേ. അവനെന്നെ അതുവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇത് പറയുന്നത് വരെ ഭയങ്കര നല്ല മോൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന. പക്ഷെ അന്ന് ഞാനിത് ചോദിച്ച സമയത്ത് ആദ്യത്തെ ഉള്ളൊരു ഞെട്ടലും ഇതുമൊക്കെ ആയിരുന്നു. അവന് മനസ്സിലായില്ല ഇത് എന്താണ് എന്നുള്ളത്. കാരണം ഇപ്പൊ എന്റെ മറ്റൊരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് അറിയാവുന്ന ആളാണ്. അവനിങ്ങനെ സർപ്രൈസ്ഡ് ആയി. അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് വെച്ച് വിളിച്ചിട്ടാണോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓൾറെഡി ആ സമയത്ത് പ്രേമത്തിലായി ഒരു 15 ദിവസം. ഞാനിപ്പോ ഭയങ്കര ഫാസ്റ്റ് അല്ലല്ല, ഞാൻ ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ പരിചയപ്പെട്ടു, അവളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തുകൊണ്ടാണ് പരിചയപ്പെടുന്നത്. ജൂലൈ 31 ആയിരുന്നു. അന്ന് ഫുള്ള് ഞങ്ങൾ സംസാരിച്ചു, ചാറ്റ് ചെയ്തിട്ട്. പിറ്റേ ദിവസം ഫുള്ള് സംസാരിച്ചു. അപ്പൊ ആ 31 തുടങ്ങി ഒരു 3-ാം തീയതി വരെ ഞാൻ എല്ലാ ദിവസവും ഉറങ്ങിയത് ഒരു 5 മണിക്കാണ് വെളുപ്പിനെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോഴേക്കും ഭയങ്കര രസം സംസാരിക്കാൻ. അപ്പൊ എവിടേക്കും ഞാൻ ഭയങ്കര മെച്ചുവേർഡായിട്ടുള്ള ആളെ നോക്കിയിരുന്ന സമയത്ത് ഇവള് ഭയങ്കര ഇമ്മച്ചുവർ, പക്ഷെ ഭയങ്കര ജെനുവിൻ, ഭയങ്കര എന്താ പറയണ ജെനുവിൻ ആയിട്ടുള്ള ഒരാള് എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് വേറൊരു ടൈപ്പ് ഓഫ് നമ്മുടെ അതുവരെയുള്ള കോൺസെപ്റ്റ് ഒക്കെ മാറി വേറൊരു ഇഷ്ടം വരാൻ തുടങ്ങി ഈ 3 ദിവസം കൊണ്ട്. ഇത്തിരി ഫാസ്റ്റ് ആയി പോയി. ഞാൻ 3-ാം ദിവസം പ്രപ്പോസ് ചെയ്തു. 3-ാം ദിവസം തന്നെ പ്രപ്പോസ് ചെയ്തു. എല്ലാം കുറച്ച് സ്പീഡായിരുന്നു. അതായത് ഡിസിഷൻ മേക്കിംഗ് സ്പീഡാ എപ്പോഴും ലൈഫിൽ. ചില കാര്യങ്ങളൊക്കെ ചിലത് ചെയ്യണ്ടെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചെയ്യുന്നതായിരിക്കും എല്ലാം കൊണ്ടും പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ലത്. പക്ഷെ ചെയ്യണ്ടെന്ന് തോന്നിയാൽ അത് അധികം പുഷ് ചെയ്യാണ്ട് ചെയ്യാണ്ടിരിക്കും. അതേപോലെ തന്നെ തിരിച്ചും ചെയ്യുന്നതും അങ്ങനെ. ചിലപ്പോ ഇത് ചെയ്യുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ആ സമയത്ത്. എന്നാലും കണ്ണും പൂട്ടി അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു. ഇൻസ്റ്റിങ്ക്റ്റ് ആണ് അത്. ഇന്ന് വരെ ഭയങ്കര കറക്റ്റ് ആയിരുന്നുള്ളൂ. ആ 3 നമ്മൾ എപ്പോഴും ഡൗട്ട് അടിക്കുമല്ലോ, ഈ 3 ദിവസം പോലെ ആയിരിക്കോ ആള് പിന്നീട് അങ്ങോട്ടേക്കുന്നുള്ളു. പക്ഷെ ഇപ്പൊ 6 വർഷമായി. ഇപ്പൊ ഞാൻ ഇറങ്ങുമ്പോഴും ഒരു മാറ്റവും ഇല്ലാത്ത, എനിക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ലൈഫ് പരമായിട്ട് നല്ലതും മോശമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഗ്രേ ഉണ്ടായിട്ടുണ്ട്, വൈറ്റ് ഉണ്ടായിട്ടുണ്ട്, ബ്ലാക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവള് ഇപ്പോഴും അതേപോലെ നിൽക്കുന്ന ആ ഡിസിഷൻ. എൻ്റെ എല്ലാ ജഡ്ജ്മെന്റിലും ഞാൻ എപ്പോഴും ട്രസ്റ്റ് ചെയ്യും. ഞാൻ വർക്ക് ചെയ്യുന്നതിൽ തന്നെ വർക്ക് ആവാണ്ട് പോകുന്ന പടങ്ങളൊക്കെ നമുക്കൊരു പോയിന്റിലും മനസ്സിലാവാറുണ്ട്. അപ്പൊ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ മെഡിക്കൽ മിറാക്കിളിന്റെ ഡയറക്ടർ ശ്യാമിനൊക്കെ പറയും ഇവന്റെ ജഡ്ജ്മെന്റ് 100 എല്ലാത്തിലും എന്ത് പറയും. ഞാനിങ്ങനെ ഒരു പോയിന്റ് എടുത്തുമ്പോൾ മനസ്സിലാവും നമുക്ക്. അപ്പൊ മാളുവിന്റെ ജഡ്ജ്മെന്റ് ഭയങ്കര കറക്റ്റ് ആയിരുന്നു എന്ന് 15-ാം ദിവസം ഞാൻ എന്നിട്ട് അവനോട് പറഞ്ഞു. 3-ാം ദിവസം പ്രപ്പോസ് ചെയ്തപ്പോ മാളു എന്ത് പറഞ്ഞു? മാളു 5-ാം ദിവസം ഓക്കെയും പറഞ്ഞു. അതാ രണ്ടുപേരും സ്പീഡായിരുന്നു കുറച്ച്. അവളും ഇങ്ങനെ പെട്ടെന്ന് ആദ്യത്തെ ദിവസം തന്നെ ഏകദേശം ഓക്കെ ആയി. എനിക്ക് മനസ്സിലായി നമുക്ക് ഇതിന്റെ മുമ്പുള്ള എക്സ്പീരിയൻസുകളിൽ നിന്ന് ഇത് ഏകദേശം ഓക്കെ ആണ് എന്നുള്ളത് മനസ്സിലായി. പക്ഷെ 5-ാമത്തെ ദിവസം എനിക്ക് പറഞ്ഞു. ബ്രദറിനോട് പറഞ്ഞ എനിക്ക് ക്യൂരിയോസിറ്റി, എന്തിനാണ് ഈ ഫോൺ വിളിച്ച് പറഞ്ഞു നേരിട്ട്? അതും അഗൈൻ ഭയങ്കര സ്പീഡായിരുന്നു. ഫോണിൽ വിളിച്ചിട്ട് പറയടാ ഞാനേ മാളുവിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്താ അഭിപ്രായം? പാഞ്ഞിച്ച് ഏത് മാളു? അനിയത്തി. അപ്പോൾ ഓക്കെ. അപ്പോൾ അവൻ ആദ്യം പറയടാ ഞാൻ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ജർമ്മനിക്ക് വിടാനുള്ള പ്ലാനാണ്. 7 വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിപ്പിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഓൾറെഡി 27 വയസ്സുണ്ട്. 7 വർഷം എന്ന് പറയുമ്പോൾ 34. ഞാൻ അത്രയും നാളൊന്നും കാത്തിരിക്കാൻ വയ്യ. അപ്പം ഞാൻ വിഷമിച്ചു ദൈവം ഇതും. അപ്പോൾ ഓൾറെഡി 15 ദിവസം കൊണ്ട് ഞങ്ങൾ പ്രണയ കൊടുമുടിയിൽ എത്തിക്കഴിഞ്ഞു. പണിപ്പോ 15 ദിവസം നമുക്ക് ഓക്കെ ആയിരുന്നു. ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല. ഇത്രയൊക്കെ ഫോർവേഡ് ആകുമ്പോൾ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഫോണിലൂടെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഫോട്ടോ നേരിട്ട് കണ്ടിട്ടില്ല. സംഗീതത്തിനെ അറിയാം അപ്പൊ നല്ലോണം. എന്നെ അറിയായിരുന്നു. ഞാനിങ്ങനെ അവിടെ കിടക്കി പോകുമ്പോഴൊക്കെ ഇപ്പൊ ഈ സിനിമകളിലൊക്കെ കാണുമ്പോൾ ഇവിടെ ദൂരെ നിന്ന് നോക്കി നിന്ന് അങ്ങനെയൊക്കെ പോയിട്ടുള്ള ചേട്ടന്റെ കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ അങ്ങനെ അറിയായിരുന്നു ജസ്റ്റ്. എന്നിട്ട് ഞാൻ പറഞ്ഞ് അപ്പോൾ വൈകുന്നേരം ഒക്കെ ആയപ്പോഴേക്കും അവരുടെ മൊത്തത്തിലൊരു കറക്റ്റ് ഒരു ഒഫീഷ്യൽ രീതിയിലാണ് ഡീൽ ചെയ്തൊക്കെ. ഞാൻ പറയടാ 7 വർഷം എനിക്ക് പറ്റില്ല, ഒരു 3 വർഷം ഞാൻ വെയിറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ നടത്താൻ പറ്റുമെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ഒന്ന് വീട്ടിൽ സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ്
വൈകുന്നേരം ഇപ്പൊ മമ്മി വിളിച്ചു. അപ്പൊ മമ്മിക്കൊക്കെ ഓൾറെഡി എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അവന്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. പെട്ടെന്ന് അതങ്ങനെ അങ്ങോട്ട് ഫോർവേഡ് ആയി. ഓൾമോസ്റ്റ് എല്ലാം പടപടാന്ന് നടന്ന് 3 വർഷം കാത്തിരിക്കേണ്ടി വന്നില്ല. ഇല്ല, 3 വർഷം വന്നു. അത് ഇവള് എക്സാം എഴുതണമല്ലോ, ജർമ്മനിൽ പോകണമല്ലോ. അപ്പൊ എനിക്ക് ടെൻഷൻ, എനിക്ക് അടുത്ത് വേണം. അപ്പൊ ഇത് ജയിക്കോ, ഞങ്ങൾ രണ്ടുപേരും, ഇവൾക്കും പോകണ്ടെന്നായി. ഞങ്ങള് റിലേഷൻഷിപ്പ് തുടങ്ങി കഴിഞ്ഞപ്പോ ഇവൾക്ക് ഓൾറെഡി അവള് ഭയങ്കര ഹോം സിക്ഡ് ആയിട്ടുള്ള ആളാണ്, പോകാൻ ഇഷ്ടമല്ല. പക്ഷെ ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ മൊത്തം ലൈഫ് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് പോകാൻ ആഗ്രഹിച്ചത്. അപ്പൊ ഞാൻ പറയുമായിരുന്നു, ഞാൻ നമുക്ക് നേഴ്സാണല്ലേ, നേഴ്സല്ല, നേഴ്സാ അതൊക്കെയാ. ഞാൻ ലോജിക്കലായിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് ഇത് ചെയ്തോണ്ടിരുന്നത്. അതായത് അവള് പഠിച്ചിരുന്നത് അക്കൗണ്ടൻസിയാ. ഞാൻ പറഞ്ഞു അത് ആഗ്രഹിച്ച് പഠിച്ചത് അക്കൗണ്ടൻസിയാണ്. നേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ജർമ്മനിക്ക് പോകുമ്പോൾ അവിടെ വെൽ സെറ്റിൽഡ് ആവാനും സാലറി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് അവര് ഫോഴ്സ്ഡ് ആയിട്ട്, ഫാമിലി വൈസ് അല്ല, ഇവൾക്കും ഇഷ്ടമല്ലെങ്കിലും ആ സെറ്റിൽമെന്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് അത് പഠിക്കണം, ഒന്നേന്ന് പഠിച്ച് തീർത്ത് ജോലിക്ക് പോകണം, അവിടെ സെറ്റിൽഡ് ആവണം. അപ്പൊ ഞാനിങ്ങനെ എന്ത് ചെയ്യും ഇങ്ങനെ പറഞ്ഞ്. അപ്പൊ ഇവൾക്കും പുറത്തോട്ട് പോകാനായില്ല, നാട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് രണ്ടുമായപ്പോ നമുക്ക് പിന്നെ എളുപ്പമാണല്ലോ. ഇത് അവൾക്ക് താല്പര്യമില്ലാത്ത കാര്യം സെറ്റിലാക്കാൻ നമ്മളൊന്ന് മറ്റേ വാഴ ഓൾറെഡി ചരിഞ്ഞിരിക്കുക, നമ്മളൊന്ന് തൊട്ടാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലായിരുന്നു. ഞാനിങ്ങനെ സംസാരിക്കും, ഞാൻ എന്നിട്ട് നാടിനെ പറ്റിയിട്ടൊക്കെ പറയും. ഇവിടെ നിന്ന് ആലോചിച്ചു. അപ്പൊ ഇവൾക്കാണെങ്കിൽ ഈ ആട്, മുയൽ ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടം. ജർമ്മനിയിൽ ഇതൊക്കെ ഉണ്ടാവോ എന്ന് വെച്ച് പറഞ്ഞ് എക്സാം തോറ്റു. തോപ്പിച്ചു പറയാൻ. രണ്ടുപേരും കൂടെ ഒരുമിച്ചായോണ്ട് എനിക്ക് ആ ശിക്ഷ കിട്ടില്ല. അപ്പൊ അങ്ങനെ തോറ്റു. പിന്നെ അത് എഴുതുന്നില്ല എന്നൊക്കെ അവള് തന്നെ ഡിസൈഡ് ചെയ്ത് അവൾ ഇവിടെ ജർമ്മൻ പിന്നെ പഠിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതൊക്കെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇവിടെ നിനക്ക് പഠിപ്പിക്കാമല്ലോ, ഇഷ്ടമുള്ളൂ. പിന്നെ കുക്കാവാൻ ഭയങ്കര, ഷെഫ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമുക്ക് ഇവിടെ എന്തെങ്കിലും പുതിയ നിന്റെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് വേറൊരു സൈഡില് എനിക്ക് ശരിക്കും പറഞ്ഞ ബെത്ലഹേമിലെ അയർലൻഡ് ഓർമ്മ വന്നത്. അതിന്റെ ഓപ്പോസിറ്റ് പക്ഷേ ഇത് പിടിച്ചു നിർത്തി. പക്ഷെ ബെത്ലഹേമിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പെൺകുട്ടി അയർലൻഡിലേക്ക് പോകുന്നു, പഠിക്കുന്നു, ജോലി എടുക്കുന്നതോടെ, എന്നിട്ട് ജസ്റ്റിൻ അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നു. അതൊരു നല്ലൊരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ ജസ്റ്റിൻ കരയുന്ന ആ ഒരു മൂമെന്റ് ഉണ്ടല്ലോ, അതും ആൺകുട്ടികൾ കരയാറില്ല എന്നൊക്കെ പറയുന്നത് അതിൽ നിന്നൊന്ന് ഷിഫ്റ്റ് ഉണ്ട്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് മൂവി ദാറ്റ് വേ. യുനോ എവിടെയോ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് നെപ്പോക്കേഡ് ആണെന്ന്. സ്വയമേ കളിയാക്കി പറഞ്ഞതാണെങ്കിലും there is an element of truth in it. Your father was in the industry. എപ്പോഴും ക്യാമറയിലായിരുന്നു, അസിസ്റ്റന്റ് ക്യാമറമാൻ ജയനൻ വിൻസെന്റ് സർ അല്ലേ. അപ്പൊ ഈ കുട്ടിക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? വാട്ട് വാസ് ഇറ്റ് ലൈക്ക് ഹിയറിംഗ് അബൌട്ട് ദി ഇൻഡസ്ട്രി ഫോർ യു? ആൻഡ് ഇപ്പൊ ഇൻഡസ്ട്രി വന്നതിന് ശേഷം എന്താണ്? ഞാൻ ആക്ച്വലി കുഞ്ഞുനാളിലെല്ലാവരും അച്ഛനമ്മമാരൊക്കെ വേറെ കുറെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള സിനിമ കഥകളാണ്. പിന്നെ ഒരു കഥ പറയൂ, ഏതാ കേട്ടിട്ടുള്ളത്? ഈ ഒരുപാട്. അതായത് ഇപ്പൊ ഞാനിപ്പോ തൂവാനത്തുമ്പികളെ പറ്റി അച്ഛൻ വർക്ക് ചെയ്ത സിനിമകളാണ്. തൂവാനത്തുമ്പികള്, രാജാവിന്റെ മകൻ, നമ്പർ 20 മദ്രാസ് മെയില്, എല്ലാം ഭയങ്കര നമ്മൾ ആ സമയത്ത് ഭയങ്കര ലെജൻഡറി ആയിട്ട് കാണുന്ന സിനിമകളിലാണ് അച്ഛൻ പാർട്ടായിട്ടുള്ളത്. അതുപോലത്തെ ടെക്നീഷ്യൻസിന്റെയും ആക്ടേഴ്സിന്റെയും കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ കേൾക്കുമ്പോ നമുക്ക് ഇവരുടെ കഥകളാണ്. ഇപ്പൊ ലാലേട്ടന്റെ കഥ, മമ്മൂക്കയുടെ കഥ, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ജോഷി സാറിന്റെയും പത്മരാജൻ സാറിന്റെ ഒക്കെ കഥ. ഇത് കേട്ടാണ് എൻ്റെ കുട്ടിക്കാലം ഫോം ആവുന്നത്. അപ്പൊ അച്ഛൻ്റെ ഒക്കെ കരിയർ പാത്തുകൊണ്ടിട്ടായിരിക്കാം. അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും സിനിമയിലേക്ക് വിടണം എന്ന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാനും പ്ലാൻഡ് അല്ലായിരുന്നു. പക്ഷെ നമ്മള് ഫോം ആവുകയുള്ളൂ. ഇത് ഉണ്ടാക്കി തരുന്ന എക്സൈറ്റ്മെന്റ് ഭയങ്കര വലുതായിരുന്നു. അങ്ങനെ ഒരു പോയിന്റിൽ എത്തിയപ്പോഴാണ് ഇത് പയ്യെ ബ്ലഡിലേക്ക് വന്ന് അതങ്ങോട്ട് തന്നെ വന്നതായിരുന്നു എല്ലാം. സംഗീത് ഏതെങ്കിലും ഒരു കഥ അച്ഛൻ പറഞ്ഞത്, പത്മരാജൻ സാറിനെ കുറിച്ചോ ലാലേട്ടനെ കുറിച്ചോ ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എന്തെങ്കിലും ഒരു സ്റ്റോറി ഫ്രം ദോസ് ഡേയ്സ് പ്ലീസ്. എനിക്ക് ഓർമ്മയുള്ളത് ലാലേട്ടൻ എപ്പോഴും ഇങ്ങനെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ, ലൈറ്റ്സിനെ പറ്റിയിട്ടും ക്യാമറയെ പറ്റിയിട്ടൊക്കെ വന്ന് ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കുമായിരുന്നു. ഇതെങ്ങനെയാണ്, ഇതിലെ പരിപാടികൾ എങ്ങനെയായിരുന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ പറയുമായിരുന്നു. പിന്നെ ആ പാട്ടില് കുറെ അരയന്മാരുടെ കൂടെ ലാലേട്ടൻ പോയിട്ട് മീൻ പിടിക്കാനൊക്കെ പോകുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ആ സമയത്ത് എന്തോ കോസ്റ്റ് അപ്പൊ തോന്നിയ ഐഡിയ എന്തായിരുന്നു, അപ്പൊ തന്നെ ഓടിപ്പോയി അവിടെ നിന്നിരുന്ന ഒരു ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഡ്രസ്സ് വാങ്ങി ഇട്ടിട്ടൊക്കെയാണ് അത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ പോലത്തെ അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ഞാനിങ്ങനെ ഒന്നല്ലാണ്ട് ഓരോ സിനിമകളും പത്മരാജൻ സാറിന്റെ എനിക്ക് അച്ഛൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിലൊക്കെ സിനിമേനോടുള്ള സ്നേഹം, വായനയോടുള്ള സ്നേഹമൊക്കെ ബിൽഡാക്കി എടുത്തത് പത്മരാജൻ സാറിനെ പറ്റിയിട്ടുള്ള അച്ഛനൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ ആയിരുന്നു. അപ്പോൾ
ഭയങ്കര മെച്ചുവേർഡായിട്ടുള്ള, ഇവരൊക്കെ ഭയങ്കര റെസ്പെക്റ്റോടുകൂടി സെറ്റിൽ വരുമ്പോഴാണെങ്കിൽ പോലും ഭയങ്കര റെസ്പെക്റ്റോടുകൂടി കണ്ടിരുന്ന ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇതായിട്ട് ഓർമ്മയുള്ള ആളുടെ ഡെത്ത്, ആ ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ആണെന്ന് തോന്നുന്നു, അതിൻ്റെ ഷൂട്ട് സംബന്ധമായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു, തൊട്ടടുത്ത ഹോട്ടലിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉടനെ അറിഞ്ഞ ആളുകളുടെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പത്മനാഭൻ സാറ് മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവർ ഓടിപ്പോയി കണ്ടതും അങ്ങനത്തെ കുറേ കഥകളൊക്കെ ഇങ്ങനെ കേട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അച്ഛന് തോന്നിയ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കുക. അച്ഛൻ വന്നിരുന്നു, അച്ഛനും അമ്മയൊക്കെ ആയിട്ട് സത്യൻ സാറിനെയും ലാലേട്ടനെയും കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ലാലേട്ടനോട് അതിന് മുമ്പേ ഞാനിങ്ങനെ പയ്യെ സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെ ഒരാളുണ്ട് എന്നൊക്കെ പറയാം. ആദ്യം അച്ഛന് മനസ്സിലായി, ലാലേട്ടന് മനസ്സിലായില്ല, കാരണം ഇത്രയും വർഷങ്ങളായി ഒരുപാട് പേരെ കാണാൻ. പക്ഷെ വന്ന സമയത്ത് പറഞ്ഞപ്പോഴേ ഇങ്ങനെ ജയൻ സാറിനെ നന്നായിട്ട് അറിയാം, കൂടെ വർക്ക് ചെയ്തിരുന്നവരൊക്കെ അറിയാം. അപ്പൊ ഇങ്ങനെ അച്ഛന്റെ പേര് നല്ലോണം ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ ഫോട്ടോ കാണിച്ചിട്ട് ലാലേട്ടന് മനസ്സിലാവുന്നില്ല. അപ്പൊ അച്ഛൻ ഭയങ്കര ഇപ്പൊ താടിയൊക്കെ നരച്ചു, അപ്പൊ പെട്ടെന്ന് മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ അച്ഛൻ വന്നു നേരിട്ട് വന്നപ്പോ പെട്ടെന്ന് നമുക്കത് മനസ്സിലായി, ഓ ശരിക്കും അറിയാം ഇവരുടെ ആ ഒരു ഇത് ആ മൊമെന്റിലുണ്ടായിരുന്നു. പ്രതാപ് സർ എന്താ പറഞ്ഞേ, അച്ഛൻ എന്താ പറഞ്ഞേ? ഈ സിനിമയില് ഹൃദയപൂർവ്വത്തില് ലാലേട്ടൻ്റെ കൂടെ തന്നെ ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുകയാണെന്ന് വന്നപ്പോൾ അച്ഛൻ ആദ്യം ഇത് കേട്ടപ്പോൾ എന്താ പറഞ്ഞ സംഗീതത്തിനോട്? ഒന്നാമത്തെ ഇതുപോലെ നമ്മളുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമ എസ്തെറ്റിക്സ് ഒക്കെ വളർത്തിയെടുത്ത സംവിധായകനാണ് സത്യൻ സാറൊക്കെ. നമ്മളെപ്പോഴും പോയിട്ട് നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് തിയേറ്ററിൽ പോയി കാണുന്ന ഉറപ്പുള്ള, അതായത് ഫാമിലി ആയിട്ട് കാണുന്ന ഉറപ്പുള്ള രണ്ട് സംവിധായകരായിരുന്നു, ഒന്ന് ലാൽ ജോസ്, ഒന്ന് സത്യൻ അന്തിക്കാട്. ഇവരുടെ രണ്ടുപേരുടെയും ഏത് പടം വന്നാലും നമ്മൾ പോയി കാണുമായിരുന്നു ആ സമയത്ത്. ഡയറക്ടേഴ്സ് ഏതാണെന്നാണ് നമ്മൾ ആദ്യം നോക്കിയിരുന്നിരുന്നത്. പ്രത്യേകിച്ച് അച്ഛനൊക്കെ അങ്ങനെ നോക്കിയിട്ടാണ് കൂടുതലും പോയിരുന്നത്. ആ മൊമെന്റ് ഭയങ്കര, അച്ഛൻ അത് അതാ ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന സമയത്ത് അച്ഛൻ ഒരു ബാങ്കിൽ നിൽക്കുക. എനിക്ക് സ്റ്റേറ്റ് അവാർഡ്, ഞാൻ ഓൾറെഡി ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് കുറച്ച് ബെഡ് റിഡൻ ആയിട്ട് കിടക്കാണ്. അപ്പൊ അച്ഛൻ വേറെ സ്ഥലത്താണ്, ബാങ്കിൽ അച്ഛൻ ടി വിയിലാ ഇതറിയണേ. ഞങ്ങൾ വിളിച്ചിട്ട് പോലല്ല, ഞങ്ങൾ വിളിക്കുമ്പോൾ അച്ഛൻ സ്കൂട്ടറിലാണ് ഫോൺ കിടക്കുന്നത്. അപ്പൊ അച്ഛൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ ടി വിയിലാണ് സ്റ്റേറ്റ് അവാർഡ് കാണേണ്ടത്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വീട്ടിലെത്തി കഴിഞ്ഞിട്ട് സാധാരണ അച്ഛൻ രണ്ടര അടിച്ചാലൊക്കെയാണ് ഒന്ന് കണ്ണൊക്കെ നിറയണത്, എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ ആണ്. അത് ഞാനൊരു വിരലുണ്ടാവുന്ന സമയത്തൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആളിങ്ങനെ ഇമോഷണൽ പെട്ടെന്ന്, പ്രത്യേകിച്ച് കണ്ണ് നിറഞ്ഞിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അന്നിങ്ങനെ വന്നിട്ട് ഒരെണ്ണം പോലും അടിക്കാതെ വന്ന് നിന്ന് ഭയങ്കര ഇമോഷണൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഭയങ്കര എന്താ പറയണ, ഭയങ്കര ഇനഫ് ഫീലിംഗ് ആയി എനിക്ക്. എനിക്കിനിയിപ്പോൾ വേറെ ഒന്നും അങ്ങനെ വേണം തോന്നുള്ള ലൈഫിൽ, ഇനിയിപ്പോൾ അങ്ങോട്ട് മരിച്ചാലും ഓക്കെ ആണെന്നോ അങ്ങനെ എന്തോ ഒരു ഇമോഷണൽ സാധനം പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് അത് പിന്നെ ഇവിടെ എത്തിയപ്പോഴും പറഞ്ഞു. സത്യൻ സാറിൻ്റെ പടത്തിൽ വന്ന് പടം കണ്ടു കഴിഞ്ഞപ്പോൾ, ഹൃദയപൂർവ്വം കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതിപ്പോ നമ്പർ കൂടി തുടങ്ങി ഇടക്കിടക്ക് പറയുന്നത്. പക്ഷെ അന്ന് ഞാൻ ആദ്യം കേട്ടതായിരുന്നു അത് ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത്. പക്ഷെ അതേ ഇമോഷനിൽ തന്നെയാണ്, അതേ ഡെപ്തിൽ തന്നെയാണ് ഹൃദയപൂർവ്വത്തിലും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. സംഗീതത്തിനും അത് ഭയങ്കര ഒരു ഇമോഷണൽ മൂമെന്റ് ആയിരിക്കും അല്ലേ? അച്ഛൻ വാസ് ഈ വെരി എക്സ്പ്രസീവ് വിത്ത് ഹിസ് ഇമോഷൻസ്, ഭയങ്കര അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നോ, സ്ട്രിക്റ്റ് ആയിരുന്നോ? ഭയങ്കര അഫെക്ഷനേറ്റ് ആയിരുന്നു. അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും രണ്ടുപേരും ഭയങ്കര പുനരിപ്പിച്ചാണ് കൊണ്ടുനടന്നിരുന്നത് ചെറുപ്പം തുടങ്ങി. എല്ലാത്തിലും നമ്മൾക്ക്, ഞാൻ ഈ അടുത്തൊക്കെയാണല്ലോ കുറച്ചും കൂടി നമ്മളൊക്കെ വലുതായി കുറച്ച് ജോലിയൊക്കെ എടുത്തു തുടങ്ങിയപ്പോഴാണ് കുട്ടികളെ കുറച്ചും കൂടി പാരന്റ്ഹുഡിൽ അവരെ ഫ്രീ ആയിട്ട് വിടണം, ജോലിയിൽ മാനേജ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് വന്നു തുടങ്ങിയിട്ട് ഒരു ലാസ്റ്റ് 10 yearsലൊക്കെയാണല്ലോ ഇതിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൂടുതലും തുടങ്ങിയത്. അതിനു മുമ്പൊക്കെ കുറച്ചും കൂടി പാരന്റ്സിന് ഒരു ഡിസിഷനും അവർക്കൊരു ഉണ്ടാവാറുണ്ട്. പക്ഷെ പക്ഷെ എൻ്റെ ലൈഫിൽ ഇന്ന് വരെയുള്ള എല്ലാം, അതായത് ഇപ്പോൾ ഞാൻ പ്രൊഫഷൻ എടുക്കുമ്പോൾ ഞാനൊരു കാര്യം വന്ന് പറയുന്നു, അതുവരെ എനിക്കറിയാം അവരുടെ തീരുമാനം സിനിമ വേണ്ടെന്നായിരുന്നു. പക്ഷെ ഞാൻ ഒന്ന് പറഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒക്കെ ആയിട്ട് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അത് നോക്കാം, അതിന് ഇഷ്ടമുള്ള എന്താന്ന് പറഞ്ഞാൽ അതിനുള്ള ഫെസിലിറ്റേറ്റ് ചെയ്ത് തരുന്നു. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴേക്കും സിനിമ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. എഡിറ്റ് ഇപ്പുറത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെയിലിയേഴ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഒത്തിരി കുട്ടിക്കാലത്ത് ഒത്തിരി ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസും ഫേസ് ചെയ്തല്ലേ സംഗീത? ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു തന്നെ പറയണം. കാരണം ഇവർ രണ്ടുപേരും കുടുംബത്തിന് ഇങ്ങനെ ബാലൻസ്, ഒരു 100 രൂപ മാറിയാൽ ഫുൾ പ്രശ്നത്തിലാവും എന്ന് പറയണ പോലത്തെ അവസ്ഥയല്ല. എല്ലാം ഇങ്ങനെ ബാലൻസ് ചെയ്ത് ടൈറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ
എന്ന് എനിക്കിപ്പോഴും ആണെങ്കിലും ഇപ്പോഴാണ് പിന്നെയും ഞാൻ കോസ്റ്റ്യൂംസ് ആണെങ്കിലും നമ്മുടെ ആക്സസറീസ് ഒക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചു തുടങ്ങി. കുഞ്ഞുനാളോട് ഞാൻ അങ്ങനത്തെ നീഡുകളൊന്നുമില്ല, വലിയ പരിപാടികൾ അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാവാറില്ലായിരുന്നു. അങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് ഭയങ്കര സമാധാനത്തിലും പരിപാടി, എന്നാൽ എല്ലാം പ്രൊവൈഡ് ചെയ്ത് തന്നെ ഏറ്റവും എഡ്യൂക്കേഷൻ ആണെങ്കിലും ബാക്കിയെല്ലാം ആണെങ്കിലും ബെസ്റ്റ് പ്രൊവൈഡ് ചെയ്താണ് അച്ഛനമ്മ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇതുപോലെ ഇഷ്ടങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ചും ഇപ്പം എന്നെ ഭയങ്കരമായിട്ട് അമ്മ പഠിക്കുന്നു പറയുന്നതിനേക്കാളും അമ്മക്ക് ഇഷ്ടം യൂത്ത് ഫെസ്റ്റിവലിന് വിടാനും പ്രോഗ്രാംസിൽ പങ്കെടുപ്പിക്കാനും അതിൽ എന്താ പറയുക റിഹേഴ്സൽസ് ചെയ്യാനും ഒക്കെ തന്നെയായിരുന്നു എല്ലാ കാലത്തും. നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ നാടോടി നൃത്തം കളിക്കുമായിരുന്നു ഒരു 7th ഒക്കെ വരെ. പിന്നെ കുഞ്ഞു നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവുണ്ടായിരുന്നു. കൂടുതലും മോണാക്ട് മിമിക്രിയുമായിരുന്നു. ആ സമയത്ത് മോണാക്ട് മിമിക്രി ഫ്രീക്വന്റ് ആയിട്ട് ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് 11th പഠിക്കുമ്പോൾ. ഈ മിമിക്രിയിൽ ആരായിരുന്നു മെയിൻ കഥാപാത്രം? ചെയ്തിരുന്നത് ആരൊക്കെയാണ്? അന്ന് സന്തോഷ് പണ്ഡിറ്റിന്റെ ഒക്കെ വരുന്നുള്ളൂ, പുള്ളിയുടെ ഒക്കെ ഭയങ്കര പ്രൈം ടൈമാ. അപ്പൊ സന്തോഷ് പണ്ഡിറ്റ്, അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പൃഥ്വിരാജ്, ദുൽഖർ ഒക്കെ വന്ന് ട്രൈ ചെയ്ത് തുടങ്ങുന്നു. അങ്ങനെ കുറച്ചു പേരൊക്കെ ആയിരുന്നു ട്രൈ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ആയിരുന്നു. ഒരാളെ ചെയ്യോ? ഇല്ല, അപ്പാടെ മറന്നു എന്ന് പറയണ പോലെയാണ്. അത് പിന്നെ ഒരു പോയിന്റിൽ അങ്ങോട്ട് നിർത്തി. പക്ഷെ അപ്പോഴൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് കരിയറിലേക്ക് എത്തി ഫെയിലിയേഴ്സ് വരാൻ, കരിയറിലാണ് ഞാൻ ഫസ്റ്റ് ഫെയിലിയേഴ്സ് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പ് വരെ നമ്മളിപ്പോൾ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ സെറ്റായി പോകുന്നുണ്ട്, എല്ലായിടത്തും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. കരിയറിലെത്തിയപ്പോൾ പരിപാടി കുറച്ച് പ്രശ്നത്തിലായി തുടങ്ങി. പക്ഷെ അപ്പോഴും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പടം ചിലപ്പോൾ വർക്കൊന്നും ആയിരിക്കില്ല, എന്നാലും അച്ഛനമ്മയും വന്ന് ഫസ്റ്റ് ഡേ തിയേറ്ററിൽ കണ്ടിട്ട് എന്നോട് പറയും അടിപൊളി പടമായിരുന്നല്ല, അത് എന്ത് പറ്റി വർക്കാവാത്ത എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു. അതെല്ലാ സമയത്തും. ഇന്ന് വരെ അതിൻ്റെ ഒരു സിനിമ വളരെ പേഴ്സണലി ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് രണ്ടുപേരും. എന്നാലും ഏത് സിനിമ കണ്ടാലും ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അത് ചിലപ്പോൾ ഒരു മോശം പടമായിരിക്കും, എന്നാലും ഇവർക്കത് ഭയങ്കര പേഴ്സണലായിട്ട്. നമ്മളെ ഒരു പോയിന്റിൽ പോലും ഇവർ എന്തിനാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യണത്, വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യും, അങ്ങനെ ഒന്നും ഒരു മൊമെന്റിലും പറഞ്ഞിട്ടില്ല. ഭയങ്കര സപ്പോർട്ട് ചെയ്ത് അടുത്ത പടം ഇതിൽ തന്നെയായിരുന്നു. സംഗീത് ഇപ്പൊ പേരന്റ് ആവുമല്ലേ, ആ ഫീലിംഗ് എങ്ങനെയാണ് ഫോർ യു ആൻഡ് നാൻസി? ഞാനിതുപോലെ കുഞ്ഞുങ്ങളൊന്നും വലിയ കാര്യമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. സിബ്ലിങ്സ് ഇല്ല, അല്ലാണ്ടാണെങ്കിലും നമ്മുടെ കസിൻസിലൊക്കെ ഉള്ള പിള്ളേരുടെ ഈ ഹൈ എനർജി നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു പരിപാടിയായിട്ട് തോന്നിയിരുന്ന ആളായിരുന്നു ഞാൻ. ഈ പറഞ്ഞ അഡോളസൻസ് ഒക്കെ പോലത്തെ സീരീസ് ഒക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ അതിന് മുമ്പേ അതിങ്ങനെ പയ്യെ നമ്മുടെ തോട്ട് പ്രോസസ്സിലുണ്ട്. നമ്മളൊരു പാരന്റ് ആവാനുള്ള എന്താണ് നമ്മുടെ യോഗ്യത, അത് നമ്മൾ എത്രത്തോളം ഡിസർവ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെ ഇപ്പോഴും ഭയങ്കര ഫ്ലോഡ് ആയിട്ടുള്ള ഒരാളാണ്, ഇപ്പോഴും കുറെ മിസ്റ്റേക്സ് ചെയ്ത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു പോയിന്റ് വരെയെങ്കിലും നമ്മൾക്ക് ഇവരുടെ ജേണിക്കും ഇവരുടെ ലൈഫിനും ഇവരുടെ ക്യാരക്ടറിനും ഒക്കെ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ്. നമുക്ക് എന്ത് യോഗ്യത ഉണ്ട് ഇതിനെന്നുള്ളത് ഞാനും ആളും എപ്പോഴും ഇങ്ങനെ സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് സ്ഥിരം ഈ പറയണ വീട്ടുകാരുടെ ഒക്കെ ആയില്ലേ, നമുക്ക് നോക്കണ്ടേ, 2 വർഷം ആയില്ലേ 3 വർഷം ആയില്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്തായാലും ഒരു 35 വയസ്സ് 34 വയസ്സായിട്ട് കുറച്ചും കൂടി ജീവിതത്തിൽ നമ്മള് മെച്ചോർഡായി തോന്നുമ്പോ പിടിക്കാം എന്നൊക്കെയുള്ള പ്ലാനായിരുന്നു. മറ്റേതൊരു ആക്സിഡന്റ് ആയിരുന്നു. പക്ഷെ ആ ഫസ്റ്റ് അൾട്രാസൗണ്ട് അല്ലോ ഹാർട്ട് ബീറ്റ് കേൾക്കണ, അല്ലെങ്കിൽ പിന്നെ ആ കുഞ്ഞിനെ കാണുന്ന ഒരു അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. അതായത് അവള് കരഞ്ഞുകൊണ്ടാണ് എന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വിളിക്കണേ, ടെൻഷൻ അടിച്ചിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് എനിക്ക് സത്യം പറയാ അതാ ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലാവുന്നത്, എനിക്ക് ഈ 2 വരാന്ന് പറഞ്ഞത് പോസിറ്റീവാന്ന് പോലും അറിയില്ലായിരുന്നു. ഞാൻ ഇത് കണ്ടിട്ട് എടി നീ എന്തൊരു ടെൻഷൻ അടിക്കണം, 2 വരെയല്ലേ പേടിക്കാനൊന്നുമില്ലല്ലോ. അപ്പൊ അവള് അല്ലടാ 2 വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവാ. ചാടി അടിക്കുന്നു. ഞാൻ അപ്പോഴും ജെമിനിയിൽ നോക്കിയപ്പോഴേക്കും ഭയങ്കര ക്ലിയർ ലൈൻസ് ആയിരുന്നു. അപ്പൊ ഒരു 95% എന്ന് പറഞ്ഞപ്പോ തന്നെ ഇവള് കരയാണ്. ഞാൻ പയ്യെ എനിക്ക് പ്രോസസ്സായിട്ട് വരുന്നുള്ളൂ, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അൾട്ടിമേറ്റ്ലി അവളാണ് ഇതിന്റെ ജേണി മുഴുവൻ ക്യാരി ചെയ്യേണ്ടാവുള്ളൂ. എനിക്ക് ടെൻഷനായി. വേറെ എന്തെങ്കിലുമൊക്കെയാണെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, ഇതിപ്പോ പരിഹാരമുള്ളൊരു കാര്യമല്ലല്ലോ. ഞാൻ ഇതെങ്ങനെ ബാലൻസ് ചെയ്യും, ഇവള് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനപ്പോൾ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി ബ്ലഡ് ടെസ്റ്റിന് പോയി. ഞങ്ങളൊന്ന് പള്ളിയിൽ പോയി. ഇത് കഴിഞ്ഞിട്ട് വീട്ടിലൊന്നും പറഞ്ഞില്ല. പള്ളിയിൽ പോയി ഇറങ്ങിയപ്പോൾ തുടങ്ങി ഭയങ്കര എന്താ പറയണ, ഇതിന്റെ അവളുടെ ഇത് തന്നെ മാറി. അവളുടെ ആയിട്ട് പയ്യെ പെട്ടെന്ന് അതിനോട് കണക്ട് ആയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഓക്കെയാണ്, മാനേജ് ചെയ്യാൻ പറ്റും 2 പേരും കൂടി. ഞാൻ പറഞ്ഞു ഒരുമിച്ച് നമുക്ക് മാനേജ് ചെയ്യാം, ഞാൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇവളുടെ ടെൻഷൻ അതാ, ഞാൻ ഷൂട്ടിന് പോകുന്നു എങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ഫുൾ ടൈം അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഷൂട്ടിന് വരും, എപ്പോഴും വരും, എല്ലായിടത്തും എവിടെയെങ്കിലും ഒക്കെ വരും.
അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് എറണാകുളത്ത് മീറ്റിങ്ങിനൊക്കെ പോയാലും എൻ്റെ കൂടെ കയറി വന്നിട്ട് അവൾ വർക്കില്ലാത്ത സമയത്താണെങ്കിൽ എൻ്റെ കൂടെ കയറി വന്ന് ഏതെങ്കിലും മാളിലൊക്കെ ഇരുന്ന് അത്രയും എല്ലാവരും ഫ്രീനേക്കാളും എൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളാ. അപ്പൊ ഇതൊക്കെ വന്നു കഴിയുമ്പോഴേക്കും വീട്ടിൽ തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ടിയൊക്കെ വരുമല്ലോ എന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷെ ഇത് പള്ളിയിൽ നിന്ന് ഇറങ്ങിയോടുകൂടി ഒന്ന് സെറ്റായി ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നൊരു ബ്ലീഡിങ് വന്നു. അപ്പം ഞാൻ ഒരു അവാർഡ് ഫംഗ്ഷനും ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്യാങ്ങും ഒക്കെ ആയിട്ട് ആദ്യമായിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മാറി നിന്ന് ഒരു 3 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുക. എന്നിട്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹാപ്പി ആയിട്ട് തന്നെ പോണേ. ഞാൻ കാറിലിരിക്കുമ്പോഴേ എന്നെ വിളിക്കണേ, എയർപോർട്ട് എത്താറായി, ഇങ്ങനെ ചെറിയ ബ്ലീഡിങ് കാണിക്കുന്നുണ്ട്. അതായിരുന്നു നമുക്ക് ഇതിനോടുള്ള ഇമോഷൻ മനസ്സിലായത്. ഞാൻ പാനിക്കാവാൻ തുടങ്ങി. അപ്പം ഞാൻ ഓർത്തൊക്കെ ഞാനത് തിരിച്ചു വരാം, ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ അവാർഡ് ഫംഗ്ഷൻസും പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഉള്ളറിയില്ല, അവിടെ ചെല്ല്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, അപ്പം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ പ്ലാൻ അവിടെ എത്തിയിട്ട് ഒന്നും കൂടി വിളിച്ചു നോക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ചു വരാമെന്നായിരുന്നു. എൻ്റെ ഫ്രണ്ട് ഉണ്ട് കൂടെ, അവനിരുന്ന് ഇങ്ങനെ വിശേഷങ്ങൾ പറയാം. പക്ഷേ എനിക്ക് മറ്റേ റംബിളുടെ സൗണ്ടിലൊന്നും കേൾക്കാൻ പറ്റുള്ള ടെൻഷൻ. അപ്പോൾ ഇത് കയറുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചപ്പോൾ അളിയനുണ്ടല്ലോ എൻ്റെ ഫ്രണ്ട്, അവൻ പറഞ്ഞടാ സ്കാനിങ്ങിന് കയറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലേറ്റവും സർപ്രൈസിങ് സാധനം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ 2 വീക്സ് പറഞ്ഞു ഹാർട്ട് ബീറ്റിന് വേണ്ടിയിട്ട്. ഹാർട്ട് ബീറ്റിന് 2 വീക്സ് എടുക്കും എന്ന് പറഞ്ഞ് സ്കാനിങ്ങിന് 2 വീക്സ് കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമുക്കിത് അറിയില്ലല്ലോ ചേച്ചി, ഇത് എന്താണ് ഇത്. ഇന്നലെ പോയി കണ്ടതാ, 2 ദിവസം മുമ്പ് എന്തോ കണ്ടതാണ്, ഇന്ന് വീണ്ടും സ്കാനിങ്ങിന് കയറ്റും എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്തോ അറിയില്ലല്ലോ ചേച്ചി. സ്കാനിങ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്തോ വലിയ പരിപാടിയുള്ളത് അവർക്ക്. ടെൻഷൻ അടിച്ച് ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഹാർട്ട് ബീറ്റ് കേട്ടു കേട്ടോ എന്ന് പറയും. ലോജിക്കലി എനിക്ക് കണക്ട് ആവുന്നില്ല. അതെങ്ങനെ ഡോക്ടർ 2 ആഴ്ച എന്ന് പറഞ്ഞു, ഇന്ന് എങ്ങനെ കേൾക്കാന്. അപ്പോൾ അളിയനെ പറയണേ. അപ്പോൾ ഞാൻ അവനോട് എടാ നീ ഒന്ന് അവൾക്ക് കൊടുക്കും ചോദിച്ചപ്പോൾ എങ്ങനെയൊക്കെയോ അകത്ത് അവളെ കാഷ്വാലിറ്റിയിൽ എന്തോ ആയിരുന്നു കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു സംഘു കൊച്ചിൻ്റെ ഇത് കണ്ടു, ഹാർട്ട് ബീറ്റ് കേട്ടു, ഞാൻ ഇങ്ങനെ ഒരു പൊട്ട് പോലെ കാണിക്കുകയും ചെയ്തു ഡോക്ടർ എന്ന് പറഞ്ഞു. അത് ഞാൻ ബാത്റൂമിൽ നിന്നിട്ട് വിളിക്കണേ, എയർപോർട്ടിൻ്റെ ബോംബെ എയർപോർട്ടിൽ നിന്നിട്ട്. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഞാനിങ്ങനെ മറ്റേ കണ്ണ് നിറഞ്ഞ് ഒരു ആ ഇമോഷനിൽ കൂടെ പോയി. അത് ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു. അന്നാണ് എനിക്ക് ഭയങ്കര ഫാദർ ഫീൽ സാധനം നമുക്ക് മനസ്സിലാകുന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു ഇവരെങ്ങനെയെങ്കിലും മര്യാദയ്ക്ക് വളർത്തലോട്ടാ ഫസ്റ്റ്. അതായത് മറ്റേ ട്രാൻസിഷൻ ഉണ്ടല്ലോ ചേച്ചി, ഒരു കുഞ്ഞിനെ വളർത്താൻ നമുക്ക് പറ്റില്ല എന്നുള്ള തോട്ടിൽ നിന്ന് ഈ സ്നേഹവും ആ ഇമോഷണൽ ഓവർവെൽമിങ് കാരണം ഇവനെങ്ങനെയെങ്കിലും ഭയങ്കര നല്ല കുട്ടിയായിട്ട് വളർത്തണം എന്ന് പറയുന്നതിലേക്കുള്ള ട്രാൻസിഷൻ അങ്ങനെയാണ് സംഭവിക്കണേ. ട്രാൻസ്ഫോർമേഷൻ ആണ്. നമ്മള് you want to be a better person for your children. Yes. അതാണ് സംഭവിക്കുന്നത് ശരിക്കും. ആൻഡ് ഇപ്പൊ ഇനി 2-3 മാസം കൂടി ഉള്ളൂ, 2 മാസം തികച്ചില്ല എന്ന് തോന്നുന്നു അല്ലേ? ഹൗ ആർ യു ഫീലിംഗ് നൗ? ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? ടെൻഷൻ ഇല്ല, അവൾക്ക് ഇങ്ങനെ നടുവേന പ്രശ്നങ്ങൾ അങ്ങനെ പോലത്തെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ വരുമ്പോ എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൂ. അതല്ലാണ്ട് ഇപ്പൊ ഞങ്ങള് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും പാട്ടൊക്കെ വെച്ച് കൊടുക്കും ചുമ്മാ, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ സംസാരിക്കും. അപ്പോൾ ഈ ദിവസം സ്കാനിങ്ങിൽ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റി കാണിക്കുമല്ലോ. അപ്പൊ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷം തോന്നിട്ട് ഞാനിങ്ങനെ വിളിച്ചു. ഞങ്ങളിങ്ങനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അതിങ്ങനെ വിളിച്ചപ്പോഴേക്കും കറക്റ്റ് ചവിട്ടി. ഇതൊക്കെ നമുക്ക് മറ്റേ ഇത് ഭയങ്കര. ഞാനൊരു ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കാനിങ്ങിന്റെ പിക്സ് കിട്ടുമല്ലോ, അത് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയായിരുന്നു. ഭയങ്കര ഇമോഷണലി അതിൽ ഒരു പകുതി ഉള്ള ഒരു വീഡിയോ ഇപ്പോഴും ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഈ വീഡിയോ ഇറക്കിയപ്പോൾ അതായത് ഞാൻ ആദ്യമായിട്ട് ഈ കുഞ്ഞിന്റെ മുഖമൊക്കെ കണ്ട് സ്കാനിങ്ങിൽ കണ്ട കൈയൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. ഞാനപ്പോൾ ഇത് ഇടാൻ വേണ്ടിയിട്ട് ഇടുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് ആൾക്കാർക്കൊക്കെ അയച്ചു, നമുക്കൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക്. അപ്പൊ എല്ലാവരും മറ്റേ പഴയ പ്രശ്നങ്ങൾ, ഇത് ഇടരുത്, ഇതാണ് നമ്മുടെ കാര്യത്തിലല്ലേ നമ്മളിത് റിബലായിട്ട് എന്തായാലും ഇട്ടാലേ, കുഞ്ഞിന്റെ കാര്യത്തിലായതുകൊണ്ട് എന്താ വേണ്ടെങ്കിൽ വേണ്ട ഓക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് എഡിറ്റൊക്കെ ചെയ്ത് ഞങ്ങളുടെ മൊമെന്റ്സ് ഒക്കെ കയറ്റി. അപ്പൊ ആ വീഡിയോ ഒക്കെ ചെയ്ത് ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. ഒരു വീഡിയോ ഒരു റീല് കണ്ടത് ആ പിടിച്ചോണ്ട് നിൽക്കുന്നതാണ് നിങ്ങൾ രണ്ടുപേരും ടെസ്റ്റ് പോസിറ്റീവ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ സംഗീതിന്റെ ഇൻസ്റ്റയിലെ സംഗീത് ആൻസിയെ കുറിച്ച് എഴുതുമ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോഴും ഞാൻ വിനീതും ഞാൻ അത് കണ്ടിട്ടുണ്ട്. യു ഗൈസ് ആർ വെരി ഓപ്പൺ അബൌട്ട് എക്സ്പ്രെസിങ് യുവർ ലവ് ഫോർ ഈച്ച് അതർ. യുനോ എൻ്റെ ജനറേഷനിൽ അങ്ങനെ അല്ലായിരുന്നു. എപ്പോഴും ലവ് എക്സ്പ്രെസ് ചെയ്യുക, അത് കാണിക്കുക, നോട്ട് ജസ്റ്റ് ഇൻ പ്രൈവറ്റ്, ഇൻ ഓൾസോ ഇൻ പബ്ലിക്. അത് ഭയങ്കര റിസ്ട്രെയിൻഡ് ആയിരുന്നു, എസ്പെഷ്യലി എമംഗ്സ് ദ മെൻ. വെൻ ഐ ലുക്ക് അറ്റ് യുവർ പേജ് ഐ ഫീൽ വെരി ഹാപ്പി. കാരണം ഹിയർസ് എ ജനറേഷൻ ഓഫ് യങ് മെൻ ഹു ഡോണ്ട് ഹെസിറ്റേറ്റ് എക്സ്പ്രെസിങ് ഹൗ ദേ ഫീൽ അബൌട്ട് ദെയർ പാർട്ട്ണർ.
അനദർ പാർട്ട്ണറിന് കൊടുക്കുന്ന വാല്യൂ, ആ പാർട്ട്ണർ കൊടുക്കുന്ന ട്രസ്റ്റ്, അതെല്ലാമാണ്. So that's a very beautiful thing I see on your page. And the only other person I had this conversation with, അത് വിനീതായിരുന്നു. അപ്പോൾ വിനീത് പറഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇവർ ഒത്തിരി യാത്ര ചെയ്യും. ദേ ഡു എ ലോട്ട് ഓഫ് തിങ്സ് ടുഗെദർ. വാട്ട് ഈസ് സോ ബ്യൂട്ടിഫുൾ അബൌട്ട് യുവർ റിലേഷൻഷിപ്പ് ഇൻ യുവർ അണ്ടർസ്റ്റാൻഡിങ്? സംഗീതത്തിൻ്റെ മാളു തന്നെയെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാളു ഒറ്റയ്ക്ക് ഒരു സിംഗിൾ ഹാൻഡഡ് ആയിട്ട്, അപ്പം ഞാൻ ഭയങ്കര ലവ് സീക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്, ഞാൻ ഭയങ്കര ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ എൻ്റെ എന്താ പറയുക ഹോം അങ്ങോട്ടേക്ക് പോവലാണ്, എന്ത് പ്രശ്നത്തിൽ നിന്നാണെങ്കിലും എത്ര ദൂരെ നിന്നാണെങ്കിലും. അപ്പം ഇപ്പോഴും അവൾ കൂടെ ഉണ്ട്. ഈ പറഞ്ഞ ടുഗദർനെസ് തന്നെ ആയിരിക്കുള്ളൂ. കൂടെ ഉള്ളതിൻ്റെ ഒരു ഭയങ്കര കുറേ ഫ്ലോസും ഉണ്ട് കേട്ടോ. നമ്മുടെ റിലേഷൻഷിപ്പിൽ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള പല ഫ്ലോസും ഉണ്ട്. എൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതലും ഫ്ലോസ് ഉണ്ടാവാറുണ്ട്. ഞാൻ എപ്പോഴും തമാശക്കല്ല, ഞാൻ ഭയങ്കര ഇവളോട് സംസാരിക്കുമ്പോൾ ഞാൻ ആൾക്കാരെ വിഷമിപ്പിക്കാണ്ടിരിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ്. അല്ലെങ്കിൽ വേറൊരാൾക്ക് നമ്മളോടൊരു വെറുപ്പുണ്ടാവരുന്ന ആഗ്രഹമുള്ള ഒരാളാണ് ബേസിക്കായിട്ട്. കൈൻഡ് ഓഫ് പീപ്പിൾ പ്ലീസർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഇൻ എ പോസിറ്റീവ് വേ. നമ്മളോട് ആൾക്കാർക്ക് ദേഷ്യം ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇയാൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്നിട്ടും പറയും, ഞാനിപ്പോൾ വിഷമിപ്പിച്ചിട്ടുള്ള ഒരാൾ നീയാണെന്ന് പറയും. അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്നതും സന്തോഷം കൊടുക്കുന്നതും അൾട്ടിമേറ്റ്ലി ബാക്കിയൊക്കെ മാറ്റി വെച്ചാലും സ്നേഹിക്കുന്നതുമായിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്നിട്ടും നമ്മളെവിടെയൊക്കെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ളതും അവരെ തന്നെ ആയിരിക്കും. അപ്പം അതൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ തവണ സ്നേഹിക്കുമ്പോഴും വിഷമിപ്പിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും കൂടുതൽ ചെയ്യാനുണ്ടെന്ന് തോന്നാറുണ്ട്. അപ്പം അതാണ് കൂടുതലും എനിക്ക്. അത് അവളും അതെ, അവളിങ്ങനെ ഭയങ്കര സെൽഫ്ലെസ്ലി നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഇപ്പോൾ ഞാനൊരു മീറ്റിങ്ങിന് കയറിയായിരിക്കും 2 മണിക്കൂറായിരിക്കും. അപ്പോൾ എനിക്കറിയില്ല എന്തിനാണെന്ന്. അവിടെ വന്നിട്ട് എനിക്ക് വേണ്ടി 2 മണിക്കൂർ എവിടെയെങ്കിലും മാളിലോ അവളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ആരും ചെയ്യാത്തതാണ്. അപ്പം നമ്മളെ ഇഷ്ടമുള്ളവരെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണമല്ലോ എന്നുള്ളതാണ് ഏറ്റവും ബേസിക് സാധനം. ആ സ്നേഹം ഭയങ്കര ഇമ്മേഴ്സായിട്ട് എനിക്ക് അവളുടെ അടുത്തുണ്ട്. That's so amazing, Sangeet. In fact, I think your parents will also be very proud. കാരണം ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ആയിരിക്കും അവരും സ്വപ്നം കണ്ടേ മൂന്ന് വേണ്ടി. കമ്മിങ് ബാക്ക് ടു യുവർ മൂവീസ്, ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീത്തിൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഫ്രണ്ട്ഷിപ്സും ഉണ്ട്, വിച്ച് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലോർ. ഒരുപക്ഷെ കുട്ടിക്കാലം മുതലുള്ള ലൈം ലൈറ്റിൽ ഇല്ലാത്ത ആൾക്കാർ കാണാം. ലൈം ലൈറ്റിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് മമിതയും നസ്ലിനും മാത്യുവും ഒക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഇക്വേഷൻ, നിങ്ങളുടെ ഈ ജേർണി ഓൾമോസ്റ്റ് ഒരുമിച്ചാണ്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ഹോൾഡ്സ് ദ ഗ്ലൂ ടുഗെദർ? നിങ്ങൾ പല വഴിക്ക് പോവുകയാണ്. ഇൻഫാക്ട് ചിലവർ തമിഴിൽ വർക്ക് ചെയ്യുന്നു, മമിത ഈസ് ഇൻ എ ഡിഫറെൻറ്റ് ലീഗ് ഓൾ ടുഗെദർ. അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ഹോൾഡ്സ് തിങ്സ് ടുഗെദർ? ഇൻഡസ്ട്രിയിൽ ഫ്രണ്ട്ഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റ് ആണോ വിത്ത് ഈച്ച് അതർ? ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ കോമഡികൾക്ക് സത്യൻ സാറും ലാലേട്ടനും മറ്റേ അൺകൺട്രോൾഡ് ആയിട്ട് ചിരിച്ചു പോകുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇനഫാണ്, നമ്മൾ ചെയ്തതൊക്കെ ഇവിടെ കഴിഞ്ഞാലും ഓക്കെ എന്ന് പറയും നമ്മൾ. അപ്പം അത് ഞാൻ ഭയങ്കര സർപ്രൈസിങ്ങിൽ ഞാൻ പാടുപെടുമെന്ന് വിചാരിച്ച് പോയിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്ത സ്ഥലമാണ്. എനിക്ക് പറഞ്ഞാൽ അവൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. നമ്മൾ വേറെ കുറേ സ്ട്രഗിളിലും ഭയങ്കര ക്ലൗഡഡ് ആയിട്ടും ഭയങ്കര ഇഷ്യൂസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇവരുടെ ഒരൊറ്റ കോള് മതിയായിരിക്കും, ഭയങ്കര സമാധാനവും പിന്നെ ഫ്യൂവൽ കുറച്ച് ദിവസത്തേക്ക് കിട്ടും.